പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കോട്ടയിലെ ജല്ലിക്കെട്ട് കളത്തിൽ 2 മരണം, 80 പേർക്ക് പരിക്ക്. വിവാദവും പ്രക്ഷോഭവും തുടരുന്നതിനിടെയും ജല്ലിക്കെട്ടിനായി നിയമനിർമ്മാണം നടത്താൻ തമിഴ്നാട് സർക്കാർ. താൽക്കാലിക പരിഹാരം പോരെന്നാവശ്യപ്പെട്ട് മധുരയിൽ ജല്ലിക്കെട്ട് നടത്താൻ അനുവദിക്കാതെ പ്രതിഷേധക്കാർ. സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പ് ഇത്തവണയും കോഴിക്കോടിന്. നേട്ടം തുടർച്ചയായ 11ാം തവണ. അടുത്ത കലോത്സവം തൃശൂരിൽ. സർക്കാർ നയത്തെ എതിർത്ത് CPI. മന്ത്രിസഭാ തീരുമാനങ്ങൾ രഹസ്യമാക്കുന്നതിൽ രൂക്ഷ വിമർശം. മുൻ സർക്കാരിന്റെ തെറ്റിനെ എതിർത്തവർ അത് പിന്തുടരുന്നു. കണ്ണൂരിലെ അക്രമം അവസാനിപ്പിക്കാൻ ഇരു പാർട്ടികളും മുൻകൈയെടുക്കണമെന്ന് കാനം. ലോ അക്കാദമി വിവാദത്തിൽ പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ വാർത്താ സമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങൾ. കരിങ്കൊടിയുമായി ABVP കുട്ടികളെ ഉപയോഗിച്ച് വ്യക്തിവൈരാഗ്യം തീർക്കുന്നുവെന്ന് ലക്ഷ്മി നായർ. എന്നോട് വ്യക്തിവൈരാഗ്യമുള്ള 1-2 ആളുകൾ പരസ്യമായി ചാനലുകളിൽ ഇരുന്ന് ചർച്ചകളിൽ പങ്കെടുക്കുകയും വളരെ ഏകപക്ഷീയമായി കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇനി കുറെ കേസ് ആന്ധ്രാപ്രദേശിൽ ട്രെയിൻ പാളം തെറ്റി മരിച്ചവരുടെ എണ്ണം 39 ആയി. അപകടത്തിൽപ്പെട്ടത് ജഗദ്പൂർ ഭുവനേശ്വർ എക്സ്പ്രസ്. അട്ടിമറിയല്ലെന്ന് റെയിൽവേ. ഉത്തർപ്രദേശിൽ SP കോൺഗ്രസ് സീറ്റ് വിഭജനം പൂർത്തിയായി. കോൺഗ്രസിന് 105 സീറ്റ്. ലക്നൌവിലെ ചടങ്ങിൽ നിന്ന് മുലായം വിട്ടുനിന്നു. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം. പ്രചാരണ പരിപാടികളിൽ നിന്നും അദ്വാനിയെ ഒഴിവാക്കിയത് ന്യായീകരിച്ച് BJP. കളത്തിൽ ചോര വീണു. എന്നാലും തമിഴർ പിന്നോട്ടില്ല. തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിൽ ജല്ലിക്കെട്ടിനിടയിൽ കാളയുടെ കുത്തേറ്റ് 2 പേർ മരിച്ചു. 83 പേർക്ക് പരിക്കേറ്റു. ജല്ലിക്കെട്ടിൽ നിയമനിർമ്മാണം വേണമെന്നാവശ്യപ്പെട്ട് കനത്ത പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് സംഭവം. മധുരയിൽ നടന്ന പ്രതിഷേധത്തിനിടയിലും ഒരാൾ മരിച്ചു. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി, ശിവഗംഗ, പുതുക്കോട്ട തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് ജല്ലിക്കെട്ട് അരങ്ങേറിയത്. പുതുക്കോട്ടയിൽ ജല്ലിക്കെട്ടിനിടെ കാളയുടെ കുത്തേറ്റ് 2 പേർ മരിച്ചു. 80ലേറെ പേർക്ക് പരിക്കേറ്റു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മധുരയിൽ ജല്ലിക്കെട്ട് റദ്ദാക്കി. മധുര, ഡിണ്ടിഗൽ, സേലം എന്നിവിടങ്ങളിൽ നിന്നെത്തിയ പ്രതിഷേധക്കാർ റോഡ്, റെയിൽ ഗതാഗതം പൂർണ്ണമായും തടഞ്ഞു. പ്രതിഷേധത്തിനിടെ ഒരാൾ മരിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി പനീർസെൽവത്തിന്റെ നേതൃത്വത്തിൽ മധുരയിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രതിഷേധം തുടരുന്നതിനിടയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി O. പനീർശെൽവം ഉദ്ഘാടന ചടങ്ങ് റദ്ദാക്കി ചെന്നൈയിലേക്ക് മടങ്ങി. പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഓർഡിനൻസ് നിയമമാക്കി ജല്ലിക്കെട്ടിന് തടസ്സം കൂടാതെ നടത്താൻ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്ന് പനീർശെൽവം പറഞ്ഞു. നാളെ നടവര இருக்கின்ற சட்டமன்ற கூட்டத்தொடரில் சட்ட முன்வடிவு வரைவு கொண்டுவரப்பட்டு அது சட்டமாக்கப்படும். இப்பொழுது அவசர சட்டம் பிறப்பித்திருக்கிறதே നിലയാന നീടിത്ത ചട്ടം என்பதை தெரிவித்துக் கொள்கிறேன். അളങ്കനല്ലൂർ, ഡിണ്ടിഗൽ, കോവിൽപേട്ട തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ ജല്ലിക്കെട്ട് നടത്താനാകാത്തതിൽ പ്രതിഷേധമുയർന്നു. സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങൾ തെരുവിലിറങ്ങിയത് സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി. നിയമനിർമ്മാണം നടത്തുന്നതുവരെ പ്രതിഷേധ സമരം തുടരുമെന്നാണ് ജല്ലിക്കെട്ട് അനുകൂലികളുടെ പ്രഖ്യാപനം. പ്രതിഷേധം ശക്തമായതിനാൽ നാളെ ജല്ലിക്കെട്ട് ബിൽ നിയമസഭയിൽ സർക്കാർ അവതരിപ്പിക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നിയമവിദഗ്ധനും BJP നേതാവുമായ ശ്രീ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള കോഴിക്കോട് നിന്നും ഈ ചർച്ചയിൽ ചേരും. ശ്രീ ഹരീഷ് വാസുദേവൻ, അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഹരീഷ് വാസുദേവൻ കൊച്ചിയിൽ നിന്നും, തമിഴ് എഴുത്തുകാരി ശ്രീമതി K. ഗോമതി അമ്മാൾ തിരുവനന്തപുരത്തു നിന്നും, മാധ്യമപ്രവർത്തക ശ്രീമതി ധന്യ രാജേന്ദ്രൻ ബംഗളൂരുവിൽ നിന്നും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീമതി ധന്യ രാജേന്ദ്രൻ, ഓർഡിനൻസ് വന്നു. ഇന്ന് മധുരയിലൊഴികെ ബാക്കിയുള്ളിടങ്ങളിൽ ജല്ലിക്കെട്ട് നടക്കുകയും ചെയ്തു, അതിൻ്റെ പൂർണ്ണ ആവേശത്തോടു കൂടി. എന്നിട്ടും എന്താണ് പ്രതിഷേധ സമരങ്ങൾ തുടരുന്നത്? എന്തുകൊണ്ടാണ് ഒരു സ്ഥിര നിയമനിർമ്മാണം വേണം എന്ന് തമിഴ്നാട്ടിലെ ആളുകൾ ആവശ്യപ്പെടുന്നത്? ഇത് തമിഴ്നാട്ടിലെ ആളുകൾ ആവശ്യപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഈ ഒരു പ്രക്ഷോഭം ഇത് ക്ലിയർ ആയിട്ടൊരു ലീഡർഷിപ്പ് ഇല്ലാത്ത പ്രക്ഷോഭമാണ്.
എന്നാലും ഇതിൽ കുറച്ച് പേർ, അതായത് ഒരു ഹിപ്പ് ഹോപ്പ് തമിഴ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് കുറച്ച് മാസം മുമ്പ് ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞൊരു സോങ് വളരെ പോപ്പുലർ ആക്കിയത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ കാർത്തികേയൻ ശിവസേനാപതി എന്ന് പറഞ്ഞൊരു ബുൾ ഓണർ, ഒരു പി രാജശേഖരൻ, അദ്ദേഹം ജല്ലിക്കെട്ട് അസോസിയേഷൻ പ്രസിഡന്റാണ്. ഈ 3 പേർ ഓൾറെഡി ഉച്ചയ്ക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇവർ പ്രൊട്ടസ്റ്റിൽ നിന്ന് പിന്മാറുകയാണ്. ആദ്യം പറഞ്ഞ കാരണം ഓർഡിനൻസ് മതി, ഓർഡിനൻസ് ആണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത്, ഒരു പെർമനന്റ് ലോ പിന്നീട് വരട്ടെ എന്നാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ഹിപ്പ് ഹോപ്പ് തമിഴൻ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു ആന്റി നാഷണൽ കുറേ എലമെന്റ്സ് ഈ പ്രൊട്ടസ്റ്റിനെ ഏറ്റെടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ പ്രൊട്ടസ്റ്റിന് പിന്മാറുകയാണെന്ന്. കാരണം എന്തായാലും തന്നെ ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന പലരും പിന്മാറുകയാണ്. പക്ഷേ ഇതൊരു ലീഡർഷിപ്പ് ഇല്ലാത്ത പ്രൊട്ടസ്റ്റ് ആയതുകൊണ്ട് മറ്റു പലരും ഇപ്പോഴും മറീന ബീച്ചിലാണ്. അവർ നാളെ അസംബ്ലിയിൽ എന്തുണ്ടാവുമെന്ന് കാത്തിരിക്കുകയായിരിക്കും. എന്തെന്നാൽ ഇന്ന് ഒ പനീർസെൽവം വീണ്ടും പറഞ്ഞത് നാളെ അസംബ്ലിയിൽ ഈ ഓർഡിനൻസ് ഒരു ബില്ലായി സബ്മിറ്റ് ചെയ്ത് ആ ബില്ല് പാസ്സാക്കുമെന്നാണ്. ചിലപ്പോൾ അത് കഴിഞ്ഞാൽ ഈ ക്രൗഡ് മറീനയിൽ നിന്ന് പോയിക്കാം. അലങ്ങനല്ലൂരിലെ പ്രശ്നം എന്താ വെച്ചാൽ ആ ഗ്രാമത്തിലെ ആൾക്കാർ പറയുന്നത് ഒരു പെർമനന്റ് സൊല്യൂഷൻ, അതായത് പാർലമെന്റ് മീറ്റ് ചെയ്ത് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് അമെൻഡ് ചെയ്യാതെ അവിടെ ജല്ലിക്കെട്ട് നടത്താൻ പാടില്ല എന്നാണ്. ശ്രീ PS ശ്രീധരൻപിള്ള, ഈ ആൾക്കൂട്ട ബഹളത്തിനും സമരത്തിനും മുന്നിൽ വഴങ്ങി അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിയമം നിർമ്മിച്ചു കൊടുക്കുന്നത് ഗുണകരമായ കീഴ്വഴക്കങ്ങളെ സൃഷ്ടിക്കുമോ? ഇന്നിപ്പോൾ ഈ ജല്ലിക്കെട്ടിൽ 2 പേർ മരിച്ചിട്ടുണ്ട്, 83 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, പ്രതിഷേധത്തിനിടെ ഒരാൾ വേറെ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിലക്ക് ആളുകൾ തെരുവിലേക്കിറങ്ങിയാൽ അതിനനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിന്നുകൊടുക്കുക, രാഷ്ട്രീയ നേതൃത്വം നിന്നുകൊടുക്കുക, നിയമത്തെ തന്നെയും ആ വഴിക്ക് കൊണ്ടുപോവുക, ഇത് എത്രത്തോളം ശരിയായ രീതിയാണ്? ജല്ലിക്കെട്ട് സമരം ഗുണപരമായിട്ടുള്ള സന്ദേശമാണോ സമൂഹത്തിന് നൽകുന്നത്? സനീഷ, ഇതൊരു വഴങ്ങിക്കൊടുത്തു എന്നുള്ള ആക്ഷേപം ശരിയല്ല. പിന്നെ ഞാൻ ഒരു കാര്യം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ പറയുന്നു, നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ സമാധാനപരമായി അക്രമം കൂടാതുള്ള ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും അനുവദനീയമാണ്. അത് തീർച്ചയായും ഭരണകൂടത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുമാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ അതിലും വലിയ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. 5 ലക്ഷം ആളുകൾ കൂടി ഒരു ഡിമാൻഡ് വെക്കുമ്പം അത് തെറ്റായിപ്പോയി അവർ അക്രമത്തിലേക്ക് തിരിഞ്ഞാൽ ആ സമയത്ത് ലോ ആൻഡ് ഓർഡറിന് വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പം ഇപ്പം നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് വഴങ്ങിയതാണോ താങ്കൾ ചോദിച്ചപ്പം ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഇതിൻ്റെ ഹിസ്റ്ററി ഒറ്റ മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം. 2006 ഒരു അഭിഭാഷകന് വേണ്ടി പോയി ഇതിനെ നിരോധിച്ചുകൊണ്ട് ഓർഡർ വാങ്ങി. അവിടുത്തെ സർക്കാർ അവിടുത്തെ ജനവികാര കണക്കെടുത്ത് 2009 നിയമം ഉണ്ടാക്കി. അതിൽ ഈ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ആക്ടിൻ്റെ പെർവ്യൂ നിന്ന് ഇതിനെ പെടുത്താതെ ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ട് കുറേ മുൻകരുതലുകൾ എടുത്തുകൊണ്ടൊരു നിയമം കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ അതിനെതിരായിട്ട് കോടതി പോയി, സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി എന്ത് ചെയ്തു? പ്രഥമ ദൃഷ്ട്യ 5 കൊല്ലത്തേക്ക് ഇത് സ്റ്റേ ചെയ്തു, ഇത് നടത്താനുള്ള അനുമതി കൊടുത്തുകൊണ്ട് തന്നെയാണ് സ്റ്റേ ഓർഡർ ഉത്തരവ് പാസ്സാക്കിയത്. നടത്താം എന്നായിരുന്നു. പക്ഷേ 2011 UPAയുടെ ജയറാം രമേശ് കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെയും വിഷയമായതുകൊണ്ട് അദ്ദേഹം നിരോധിച്ചുകൊണ്ട് ഓർഡർ പുറപ്പെടുവിച്ചു. 2014 ഇങ്ങനെ കേന്ദ്ര സർക്കാർ കൺകറൻറ്റ് സബ്ജക്റ്റ് 2 പേർക്കും ആകാവുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ മെറിറ്റ്സ് പറഞ്ഞുകൊണ്ട് അത് 2014 അതങ്ങ് ഈ റദ്ദ് ചെയ്തുകൊണ്ട് ഈ ജല്ലിക്കെട്ട് നിരോധിച്ചുകൊണ്ടുള്ള നിലക്കുള്ള, അതായത് ജയറാം രമേശിൻ്റെ ഓർഡർ ശരി വെച്ചുകൊണ്ടും 2009 നിയമം റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നു. അപ്പോഴാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നത്. 2016 ജനുവരിയിൽ കർശനമായ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് വീണ്ടും പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവനുസരിച്ച് നടത്താമെന്നായി. അതിനെതിരായിട്ടാണ് പെറ്റ എന്ന് പറഞ്ഞ സംഘടനയും മറ്റും കേസുമായിട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ വിധി പറയേണ്ട സാഹചര്യത്തിൽ വിധി പറയേണ്ട സാഹചര്യം വന്നപ്പം തമിഴ്നാട്ടിലെ വികാരം ഇതാണെന്ന് അറ്റോർണി ജനറൽ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി തന്നെ ജഡ്ജ്മെൻറ്റ് നീട്ടിവെച്ചിരിക്കുന്നു. അതേസമയത്ത് ഓർഡിനൻസ് 24 മണിക്കൂർ കൊണ്ട് 48 മണിക്കൂറെ ടോട്ടൽ എടുത്തുള്ളൂ. ഓർഡിനൻസ് കൊണ്ടുവന്നു. അപ്പോൾ ജനവികാരത്തെ ഭരണകൂടം തീർച്ചയായും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ സംസ്കൃതിയോട് ബന്ധപ്പെട്ട നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഇത് നടക്കേണ്ടതാണ്. ആ നിലക്കുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഒരിക്കലും നമ്മൾ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, വിധി പറയേണ്ടുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ തമിഴ്നാട്ടിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ആളുകളുടെ എണ്ണവും വലുപ്പവും അവരുടെ ആവേശവും വെച്ച് നോക്കുകയാണെങ്കിൽ അവർ പറയുന്നിടത്ത് വന്ന് വിധി പറയേണ്ടതാണ്. ആ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള സംഗതിയാണ് ജല്ലിക്കെട്ട്. 2 പേർ മരിച്ചിട്ടുണ്ടെന്ന്, മരണങ്ങൾ സ്വാഭാവികമാണ്, അത്തരം ഈ ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ട എല്ലാ വർഷവും എല്ലാ തവണയും ഉണ്ടാകുന്നതാണ്. ഈ സുപ്രീം കോടതിയുടെ വിധി ഈ സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നത്
എത്രമേൽ സമൂഹത്തിനും നിയമവ്യവസ്ഥയ്ക്കും ഗുണകരമാകും? ഇത് തീർത്തും തെറ്റായ പ്രവണതയാണ് ജനാധിപത്യത്തിൽ ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്നലെയും ഒക്കെ പറഞ്ഞതുപോലെ ശ്രീ ശ്രീധരൻപിള്ളയോട് ഈ കാര്യത്തിൽ വിയോജിക്കേണ്ടി വരുന്നു. കാരണം ജനാധിപത്യത്തിന് അതിൻ്റേതായ രീതി ശാസ്ത്രങ്ങളുണ്ട്, അതിന് പ്രവർത്തന രീതികളുണ്ട്. ആളുകൾ 1,00,000 പേര് അല്ലെങ്കിൽ 5 ലക്ഷം പേര് തെരുവിലിറങ്ങി ഒരു ആവശ്യം ഉന്നയിക്കുന്നു എന്നതുകൊണ്ട് ഒരു സർക്കാരും അത്തരത്തിൽ ഒരു തീരുമാനവും 24 മണിക്കൂറിനകം എടുക്കുന്ന സംവിധാനം ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഒരു ആൾക്കൂട്ടത്തിൻ്റെ വശമായി തീരുമാനമെടുക്കുന്നതിനെ അതൊരു ബന്ദിയാക്കി ജനാധിപത്യത്തിൽ തീരുമാനം പിടിച്ചു വാങ്ങിക്കലാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രയും ദീർഘകാലത്തെ ചർച്ചകൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള നിയമ ഭേദഗതികൾ, ആ നിയമ ഭേദഗതികൾ ഉണ്ടാവുന്നത് ജനാധിപത്യ പ്രകാരം പാർലമെൻറ്റിനകത്താണ്, അല്ലെങ്കിൽ നിയമ നിർമ്മാണ സഭകൾക്കകത്താണ്. ഇന്ന് രാവിലെ ജല്ലിക്കെട്ട് നടത്താൻ ആവശ്യമായ ഒരു അടിയന്തര സാഹചര്യം ഏതായാലും ഇന്നലെയോ മിനിഞ്ഞാന്നോ ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇല്ല. സുപ്രീം കോടതിയിൽ കേസ് 2014 SLP ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ദീർഘമായ ഒരു പ്രോസസ്സിനെ അട്ടിമറിക്കുന്ന വിധത്തിൽ 5 ലക്ഷം പേര് അവിടെ എത്തിയിരിക്കുന്നു. അതിൽ എത്ര ലക്ഷം ആളുകൾ ഇതിനോട് മുദ്രാവാക്യപരമായി യോജിക്കുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന് അതിൽ പ്രധാനമായി സപ്പോർട്ട് ചെയ്തിരുന്ന 3 ആളുകൾ അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ജനാധിപത്യത്തിൽ അതിൻ്റേതായ രീതികളിലൂടെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം പാർലമെൻറ്റിലോ നിയമസഭയിൽ നിർമ്മാണ സഭകളിലോ ചർച്ചയ്ക്ക് വരികയും ന്യൂനപക്ഷത്തിന് അതേപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുകയും കേവലം അംഗമാണ് വിയോജിക്കുന്നതെങ്കിൽ ആ അംഗത്തിന് വിയോജനക്കുറിപ്പ് പറയാനുള്ള അവസരം ഉണ്ടാക്കുകയും ആ അംഗം വിയോജനക്കുറിപ്പിൽ പറയുന്ന വസ്തുത ശരിയാണോ എന്ന് പരിശോധിക്കുകയും അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ചർച്ച നടക്കുകയും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ. കോടതികളെ തെരുവിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വിധി പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ വിധി ഞങ്ങൾ കത്തിക്കും എന്ന തരത്തിലേക്ക് ആക്രോശിക്കുന്ന ഒരാൾക്കൂട്ടം ഇന്ത്യയിൽ ഇപ്പോൾ കാളയുടെ അതിൻ്റെ ജീവന് വേണ്ടിയാണ് ദാഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇരകളാവുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് ദാഹിക്കുന്നതെങ്കിൽ, നാളെ മറ്റേത് വിധത്തിലേക്കും ഇത് മാറാം. പലപ്പോഴും നമ്മൾ ഈ സമരത്തെപ്പറ്റി കേട്ടിട്ടുള്ളത് പോലെ ഇതൊരു നേതാവോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒരു പ്രത്യേക മുന്നണിയോ ഏർപ്പാടാക്കിയ ഒരു സമരമല്ല എന്നുള്ളത്, അതിൻ്റെ പോസിറ്റീവായ സംഗതിയായിട്ടല്ല ഞാൻ കാണുന്നത്, അതിൻ്റെ അപകടമായിട്ടാണ് കാണുന്നത്. ഇതെങ്ങോട്ട് വേണമെങ്കിലും വഴിമാറാവുന്ന തരത്തിൽ ഇത് മാറുകയാണ്. ഇപ്പോൾ തമിഴ് വംശീയമായ ആവശ്യത്തിന് വേണ്ടി, ഒരു രാജ്യ ആവശ്യത്തിന് വേണ്ടിയൊക്കെ തന്നെ ഇതിൻ്റെ മുദ്രാവാക്യങ്ങൾ മാറുകയാണ്. ഇത് അപകടകരമായ ഒരു കീഴ്വഴക്കമാണ് ജനാധിപത്യത്തിൽ ഉണ്ടാക്കുന്നത്. അത് ശരിയല്ല. പ്രത്യേകിച്ച് ഓർഡിനൻസ് ഇറക്കിയില്ലെങ്കിൽ ഞങ്ങളിത് പിന്മാറില്ല എന്ന മട്ടിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ ഞാൻ തിരിച്ചു വരാം ഹരീഷ് വാസുദേവൻ താങ്കളിലേക്ക്. ശ്രീമതി ധന്യ രാജേന്ദ്രൻ നേരത്തെ പറഞ്ഞു വന്നതിനോട് ചേർത്ത് ഇപ്പോൾ ആളുകൾ, നേരത്തെ നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ പിൻവാങ്ങിയിരിക്കുന്നു. പക്ഷേ അപ്പോൾ തന്നെയും ഒരു കൂട്ടർക്ക് സ്ഥിരമായ നിയമനിർമ്മാണം ഉണ്ടായാൽ മാത്രമേ തെരുവിൽ നിന്ന് മാറാനാകൂ എന്ന നിലപാടുണ്ട്. ഇത് ജല്ലിക്കെട്ട് നടത്തുക എന്ന ആവശ്യത്തിൽ നിന്ന് മാറിയിട്ട് തമിഴൻ്റെ അഭിമാനത്തെ, സംസ്കാരത്തെ, പാരമ്പര്യത്തെയൊക്കെ തിരിച്ചു പിടിക്കുക എന്ന തോതിലുള്ളൊരു മൗലിക സംഗതിയിലേക്ക് മാറുന്നുണ്ടോ? പ്രാഥമികമായ ആവശ്യങ്ങൾ കഴിഞ്ഞാലും തെരുവിൽ സമരവുമായി തുടരുന്ന അവസ്ഥ ഉണ്ടാകുമോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ജല്ലിക്കെട്ട് അവരുടെ ഡിമാൻഡുകൾ മീറ്റ് ചെയ്താൽ, അതായത് PC amend ചെയ്യണമെന്ന് ആ ഡിമാൻഡ് മീറ്റ് ചെയ്താൽ ഈ ക്രൗഡ് തീർച്ചയായിട്ടും പോകും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗസ്റ്റ് പോലെ തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ പലതരം ആൾക്കാർ മറീന ബീച്ചിൽ കഴിഞ്ഞ 2 ദിവസമായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ആദ്യ 1-2 ദിവസങ്ങളിൽ ഈ ബീച്ചിൽ വന്നത് ശരിക്കും ജല്ലിക്കെട്ട് എന്തെന്നും പലർക്കും അറിയില്ല. എന്തെന്നാലും ഒരു സെന്റിമെന്റ് സോഷ്യൽ മീഡിയയിലും മറ്റും അവർ കണ്ട്, യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ട് ആ ഒരു സെന്റിമെന്റിലാണ് അവരെല്ലാവരും മറീനിലേക്ക് ഒഴുകി വന്നത്. പിന്നീട് ഓഫ്കോഴ്സ് പല ചെറിയ ഗ്രൂപ്പുകളും വന്നു. അവരെല്ലാവരും അവരുടെ അജണ്ട അവിടെ പുഷ് ചെയ്യാൻ നോക്കി. പക്ഷെ അവർ ഈ പ്രൊട്ടസ്റ്റ് ടേക്ക് ഓവർ ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. എനിക്ക് തോന്നുന്നില്ല അവർ ടേക്ക് ഓവർ ചെയ്തു. മറീനയിൽ പോയാൽ നമുക്ക് കാണാവുന്ന കാഴ്ചകൾ ഇപ്പോഴും ജല്ലിക്കെട്ട് തന്നെയാണ് അവിടെ കൂടുതൽ ആൾക്കാരും സംസാരിക്കുന്നത്. PC amend ചെയ്താൽ തീർച്ചയായും വലിയ കൂട്ടം തിരിച്ചു പോകും. എന്നാലും എനിക്ക് തോന്നുന്നു നാളെ ആകുമ്പോൾ ഒരു വലിയ മാറ്റം വരും. ഈ സിറ്റുവേഷനിൽ ഒരുപാട് പേർ തിരിച്ചു പോകും. പിന്നെ ഇങ്ങനെ ഒരു സംഭവം, ഈ പ്രസിഡൻസ് ഡേഞ്ചറസ് ആണോ ഇന്ത്യക്ക്, അത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ഒരു പ്രൊട്ടസ്റ്റ് ലീഡറോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ലീഗലി ഗവൺമെൻറ് ചെയ്യാൻ പറ്റാവുന്ന എല്ലാം അവർ ചെയ്തു. അവർ ഓർഡിനൻസ് പാസ്സാക്കി, അവർ നാളെ ഇത് അസംബ്ലിയിൽ സബ്മിറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ അയാൾ എന്നോട് തിരിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് ബുൾസിനെ പെർഫോമിംഗ് ആനിമൽസിൻ്റെ ബാൻ ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റിയില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ എടുത്തു മാറ്റിയാൽ അത് സുപ്രീം കോടതിയുടെ കേസിൽ തമിഴ്നാടിൻ്റെ കേസ് വീക്കാക്കും.
അപ്പോൾ എന്നോട് അയാൾ തിരിച്ചു പറഞ്ഞത് ഇത് തന്നെയാണ് ഞങ്ങൾ സുപ്രീം കോടതിയോട് പറയുന്നത്. 7 കോടി ജനങ്ങൾ പറയുന്നു ജല്ലിക്കെട്ട് നടക്കണമെന്ന്. അപ്പോൾ സുപ്രീം കോടതി ആരാണ് ഇതിനെ എതിർത്ത് പറയാനെന്ന്? അങ്ങനൊരു സെന്റിമെന്റ് ആണ് ഡേഞ്ചറസ്. അതായത് കോടതി ആരാണ് ഞങ്ങളെ എതിർത്ത് പറയാൻ, അല്ലെങ്കിൽ ഗവൺമെന്റ് ആരാണ് ഞങ്ങളെ എതിർത്ത് പറയാൻ, ഇതൊക്കെയാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള സെന്റിമെന്റ്സ്. ഇന്നിപ്പോൾ 2 പേർ മരിച്ചു ജല്ലിക്കെട്ടിൽ. ഞങ്ങൾ ആ സ്റ്റോറി പബ്ലിഷ് ചെയ്തപ്പോൾ ഒരുപാട് പേര് പറയുന്നത് നിങ്ങൾ എന്തിനാ ഈ സ്റ്റോറി പബ്ലിഷ് ചെയ്തത്, നെഗറ്റീവ് ന്യൂസ് അല്ലേ, ഇത് ഗവൺമെൻറ് ഓർഗനൈസ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഇത് ശരിക്കും ഓർഗനൈസ് ചെയ്തൊരു ഇവൻ്റ് അല്ല, എത്ര പേര് അല്ലാതെ മരിക്കുന്നു, സുനാമിയിൽ ജനങ്ങൾ മരിക്കുന്നില്ലേ, ഇങ്ങനെ പല കാരണങ്ങളാണ് ആൾക്കാർ കണ്ടുപിടിക്കുന്നത് ജല്ലിക്കെട്ട് സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ കോസ് ശരിയോ തെറ്റോ, ആയിരക്കണക്കിന് ആൾക്കാർ മറീന ബീച്ചിൽ വന്നു, ഇനി ഇവർ തിരിച്ചു പോകണം. എന്തെന്നാൽ ഇത് ഇത്രേ ഈ സർക്കാരിന് ചെയ്യാൻ സാധ്യതയുള്ളൂ. തിരിച്ചു വരാം. ശ്രീമതി ഗോമതി അമ്മാൾ, ഇന്ന് 2 പേർ കൊല്ലപ്പെട്ടു, യഥാർത്ഥത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. ഒരാൾ ജല്ലിക്കെട്ടിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധത്തിനിടെ കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായത്. 83 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജല്ലിക്കെട്ട് അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന സംഗതിയാണ്, ആളുകൾ കൊല്ലപ്പെടാൻ പോലും കാരണമാകുന്ന സംഗതിയാണ് എന്നതിന് എല്ലാ വർഷങ്ങളിലും തെളിവുകളുണ്ട്. ആ മൃഗങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന ആക്ഷേപവുമായിട്ട് അതിന് തെളിവുകളുമായി, ദൃശ്യസഹിതമുള്ള തെളിവുകളുമായി പെറ്റയെപ്പോലുള്ള സംഘടനകൾ കോടതിയിലുമാണ്. അങ്ങനെയെങ്കിൽ ഇതങ്ങ് നിർത്തിക്കളയുക എന്ന നിലപാടിലേക്ക് എന്തുകൊണ്ടാണ് തമിഴ് ജനതയ്ക്ക് പോകാനാകാത്തത്? ഇപ്പോഴെങ്കിലും അതിനൊരു അവസരം വന്ന സ്ഥിതിക്ക് ഇന്ന് നടന്ന ജല്ലിക്കെട്ടിലും 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ 35, 32 വയസ്സുള്ള 2 ചെറുപ്പക്കാരാണ് കൊല്ലപ്പെട്ടത്. ആ വിനോദോപാധിയെ റദ്ദ് ചെയ്ത് കളയാൻ, നിരോധിച്ച് കളയാൻ എന്തുകൊണ്ടാണ് ആളുകൾ സമ്മതിക്കാത്തത്? ഇത് നേരത്തെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അതായത് ഈ ജല്ലിക്കെട്ട് വരുമ്പോൾ തന്നെ, ജല്ലിക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ ജല്ലിക്കെട്ട് ഇങ്ങനെ നിരോധിക്കും എന്ന ഒരു പ്രതീക്ഷയിൽ ജനങ്ങൾ നിൽക്കുമ്പോൾ ജല്ലിക്കെട്ടിന് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ നടത്താമായിരുന്നു. അതായത് ജല്ലിക്കെട്ട് നല്ല നിയന്ത്രണത്തിൽ, പോലീസിൻ്റെ ശരിക്കും സംരക്ഷണത്തിൽ ഇത് നടത്താമായിരുന്നു. ഇത്രയും ആളുകൾ ഒരുമിച്ച് പ്രതിഷേധിക്കുമ്പോൾ നമുക്ക് ഇത് വേണ്ട എന്ന് വയ്ക്കാൻ പറ്റത്തില്ല. ഇത് വേണം, ഇത് നേരത്തെ തന്നെ ആലോചിച്ച് ഗവൺമെൻറ്റിന് ഇത് നല്ല രീതിയിൽ സംഘടിപ്പിക്കാമായിരുന്നു. അതായത് ട്രെയിൻഡ്, നമ്മളിപ്പോൾ ഏത് കളിയും നല്ലപോലെ ട്രെയിൻ ചെയ്ത് കളിച്ചാൽ അതിൽ ജയിക്കാൻ സാധിക്കും. ഇതിപ്പോൾ ട്രെയിൻ ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്നുള്ളൊരു ആവേശത്തിലാണ് അവരിന്നലെ എടുത്ത്, ഇന്നത്തെ ആ കളികളൊക്കെ എന്ന് പറഞ്ഞാൽ ആവേശം മൂത്ത് അവരങ്ങ് ചെയ്യുകയാണ്. സർക്കാർ ഇത് ആദ്യമേ ആലോചിച്ചിരുന്നെങ്കിൽ ഇത് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത്, കാളകളെയാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ, നല്ല പ്രൊട്ടക്ഷൻ, ഈ മരിച്ചത് കുത്തേറ്റ് മരിക്കുന്നതിന് മുമ്പ് തന്നെ അതല്ലാത്ത രീതിയിൽ ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്ക് കാളയെ എങ്ങനെ മെരുക്കാമെന്നൊക്കെ അറിയാം. ആ രീതിയിൽ ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു. ചോര വീഴുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ചോര വീഴും. ഈ കളി ഒരു സാഹസികമായ കളിയാണ്. ഇതിൽ പങ്കെടുക്കാൻ വരുന്നവർ ആവേശം കൊണ്ടും അവരുടെ സാഹസികത വെളിയാക്കാൻ വേണ്ടി തന്നെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ എലിമെൻ്റ് മറന്നുകൂടാ. പക്ഷേ ഇതിൽ ആ പാരമ്പര്യത്തിൻ്റെ ആ ഫീലിങ്സ്, ആ ഒരു ജനതയുടെ മൊത്തം വികാരം ഉള്ളപ്പോൾ നമ്മൾ അതിനെ വളരെ പുച്ഛമായിട്ട് അങ്ങ് കാണരുത്. മരണം ശ്രീമതി ഗോമതി അമ്മാൾ, അതുണ്ടായ കാലഘട്ടത്തിൽ നിന്ന് കാര്യങ്ങൾ ഒരുപാട് മാറിയില്ലേ? ആളുകൾക്ക് വിനോദോപാധികളായിട്ട് പല സംഗതികളുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ജല്ലിക്കെട്ട് നിരോധം എന്ന സുപ്രീം കോടതി അതിൻ്റെ എല്ലാ വശങ്ങളും പരിഗണിച്ച്, അല്ലെങ്കിൽ അധികാരികൾ അതിൻ്റെ എല്ലാ വശങ്ങളും പരിഗണിച്ച് പെറ്റയെപ്പോലുള്ള സംഘടനകളുടെ അഭിപ്രായം അതാണ്, ഇത് നിരോധിക്കാം എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുമ്പോൾ അത് അപകടകരമായ വിനോദമാണ് എന്ന അഭിപ്രായം എല്ലാവർക്കും ഉണ്ടായിരിക്കെ, പാരമ്പര്യത്തെ സൂക്ഷിക്കാൻ മറ്റൊരുപാട് സംഗതികൾ എല്ലാ ജനതകൾക്കും എന്ന പോലെ തമിഴ്നാട്ടിനുണ്ടായിരിക്കെ ഇതിൽ നിന്ന് പൂർണ്ണമായി പിന്നോട്ട് പോകാൻ എന്താണ് തടയുന്നത്? പൂർണ്ണമായും പിന്നോട്ട് പോയാൽ എന്താണ് സംഭവിക്കുക? ഇതിൽ പൂർണ്ണമായിട്ട് പിന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കളിയിലാണ് അപകടങ്ങളില്ലാത്തത്? ഞാനിപ്പോൾ ഒരു നിസ്സാരമായൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഇവിടെ പർവ്വതാരോഹണം, ഓരോ വർഷവും എത്രയോ പേര് പർവ്വതാരോഹണം നടത്തുന്നു. അത് അപകടം പിടിച്ചതല്ലേ? ലൈഫ് റിസ്കിലല്ലേ അവരുടെ? ആ ലൈഫ് റിസ്ക്കായി വരുമ്പോൾ അവരത് വേണ്ടെന്ന് വയ്ക്കുന്നില്ലല്ലോ, അവർ പോകുന്നില്ലേ? പോകുന്നത് എന്തുകൊണ്ടാണ്? മരിച്ചാലും സാരമില്ല, എനിക്ക് പർവ്വതത്തിൽ കയറണം എന്നുള്ള അവരുടെ ആ ഒരു ഫീലിങ്സ്, ആ സാഹസിക മനോഭാവം തന്നെയാണ് അവരെ ഡ്രൈവ് ചെയ്യുന്നത്. ഇതുപോലെ കാർ റേസ് ഇല്ലേ? കാർ റേസിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്കൂട്ടർ റേസ്, വലിയ മോട്ടോർ ബൈക്ക് റേസ് നടക്കുന്നില്ലേ? മോട്ടോർ ബൈക്ക് റേസിലൊക്കെ പോകുന്ന പിള്ളേർ എങ്ങനെയാണ് പോകുന്നത്? അതിൽ അപകടം 100% അപകടം പരിധിയിരിക്കുന്ന ഒരു കളിയാണ് ബൈക്ക് റേസും മോട്ടോർ റേസും എല്ലാം. അതൊക്കെ വളരെ അപകടം പിടിച്ച ആ കളിയിലും ആളുകൾ പങ്കെടുക്കുന്ന എന്തുകൊണ്ടാണ്? അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ത്രിൽ. അപ്പോൾ എല്ലാ കളിയിലും അപകടം. നിസ്സാരമായിട്ട് നമ്മൾ ഈ കളിക്കുന്ന ക്രിക്കറ്റിൽ അപകടമില്ലേ? കബഡിയിൽ ഞാൻ തിരിച്ചു വരാം ശ്രീമതി ഗോമതി അമ്മാൾ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ PS ശ്രീധരൻപിള്ള,
ആൾക്കൂട്ടത്തിന് വഴങ്ങിയിട്ട് നിയമനിർമ്മാണം നടത്തുക, അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട നിയമത്തിൽ നിന്ന് പിന്നോട്ട് പോവുക എന്ന നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് തന്നെയും അറിയാവുന്നതാണല്ലോ, വളരെ നന്നായിട്ട് ഞങ്ങളെക്കാൾ നന്നായി അറിയാവുന്നതാണ്, പല നിയമങ്ങളും രാജ്യത്ത് ഉണ്ടാവുകയില്ലായിരുന്നു, ആൾക്കൂട്ടത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെങ്കിൽ. ആ അർത്ഥം ആ ഒരു സാഹചര്യത്തെ എന്തുകൊണ്ടാണ് ഇവിടെ ആപ്ലിക്കബിൾ അല്ല എന്ന നിലപാട് താങ്കളടക്കമുള്ളവർ സ്വീകരിക്കുന്നത്? ജനക്കൂട്ടം തെരുവിലിറങ്ങി ഞങ്ങൾക്ക് ഇന്നത് വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ നേരത്തെ ശ്രീ ഹരീഷ് വാസ്തവൻ പറഞ്ഞതുപോലെ ന്യൂനപക്ഷത്തെ കൂടെ കേട്ട് എല്ലാ വശങ്ങളും പരിഗണിച്ച് ആധുനിക കാലത്തിനനുസരിച്ചുള്ള നിയമത്തിലേക്ക്, നിരോധനത്തിലേക്ക്, നിലപാടുകളിലേക്ക് നിയമനിർമ്മാണ സഭകളും ഉന്നത നീതിന്യായ പീഠങ്ങളും പോകുമ്പോൾ ആൾക്കൂട്ടം വന്ന് നിരന്ന് അത് പറ്റുകയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് ദോഷകരമായി ഭവിക്കുകയില്ലേ? താങ്കൾ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ആൾക്കൂട്ടത്തെ കണ്ടുകൊണ്ടെടുത്ത തീരുമാനമല്ല. 2016 ജനുവരിയിൽ, ഡേറ്റ് ഉൾപ്പെടെ വേണം പറയാം, ജനുവരിയിൽ കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച് 2010 UPA ഭരണകൂടം നിരോധിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഉത്തരവിനെതിരായിട്ട് പുതിയ ഉത്തരവ് സെൻട്രൽ ഗവൺമെൻറ്റേതായിട്ട് പാസ്സാക്കിയിട്ട് അനൗൺസ് ചെയ്തു. അതിനെ തുറന്നിട്ടാണ് ഇപ്പോൾ അത് ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള നടപടികളെല്ലാം ഉണ്ടാകുന്നത്. 2014 തന്നെ അതിന് വേണ്ട BJP അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഇതിന് വേണ്ട നടപടികൾ എടുത്തിരുന്നു. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വ്യവഹാരങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ BJP സർക്കാർ കൊണ്ടുവന്ന കാരണം സംസ്ഥാനവും കേന്ദ്രവും ഒരുപോലെ കൈകാര്യം ചെയ്യേണ്ട വിഷയം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ വരുന്ന അവസരത്തിൽ ഒരു ഓർഡിനൻസ് വരണമെങ്കിൽ തന്നെ പ്രസിഡന്റ് ആർട്ടിക്കിൾ 254 പ്രകാരം പ്രസിഡന്റ് കൺസെൻറ്റ് വേണം. അത് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം പുറപ്പെടുവിച്ച GO അനുസരിച്ച് ഈ പറഞ്ഞ അപകടങ്ങളെല്ലാം ഒഴിവാകാൻ വേണ്ട നടപടികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെറ്റാന്ന് പറഞ്ഞ സംഘടനയും അതിൻ്റെ വക്കീലാരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? AICCയുടെ വക്താവാ വക്കീല അഭിഷേക് മനു സിംഗ്യ അതിലൊരു പ്രധാന വക്കീൽ. രമേശ് അന്നത്തെ മന്ത്രി 2011 5 കൊല്ലത്തേക്ക് സുപ്രീം കോടതി സ്റ്റേ നടത്തിക്കൊള്ളാൻ അനുവദിച്ചതാണ്. 2014 വിധിയിൽ പോലും ഇത് നേരത്തെ ഈ കേന്ദ്ര സർക്കാർ അവരുടെ ഒരു സ്റ്റാറ്റ്യൂട്ടിൽ ഇത് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ദിക്കില്ല എന്ന് പറഞ്ഞാൽ റദ്ദ് ചെയ്തിട്ടുള്ളതിൽ ഒരു കാരണം അതാണ്, വേറെ കാരണങ്ങൾ കൊണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വരുന്ന അവസരത്തിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊന്നും ചെയ്തൊന്നുമല്ല. പിന്നെ രണ്ടാമത് ഞാൻ എൻ്റെ യുവ സുഹൃത്തായ അഭിഭാഷകൻ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവില്ല, ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ പ്രധാന മാറ്റങ്ങളും അഴിമതിക്കെതിരായ പോരാട്ടമായാലും ശരി, അടിയന്തരാവസ്ഥ വന്നു, ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതിയുടെ 4 അംഗ ബെഞ്ച് 5 പേരുള്ള ജസ്റ്റിസ് ഖന്ന ഡിസൻറ്റ് വന്നു, ബാക്കി 4 പേരെന്താ പറഞ്ഞത്? ഇതെല്ലാം ശരിയാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ആവശ്യമില്ല, സസ്പെൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലേ? ഭരണകൂടം വന്ന് എല്ലാവരും പിടിച്ചിട്ടുകൊണ്ട് മർദ്ദനത്തിൽ കൂടെ എല്ലാ ജനാധിപത്യ അവകാശം എടുത്തില്ലേ? പക്ഷേ ഉത്തരേന്ത്യയിലെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത 9 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ഗോ ബെൽറ്റ് എന്ന് പറയുന്ന പശു ബെൽറ്റ് എന്ന് പറയുന്നിടത്ത് അവർ വോട്ട് ചെയ്തുകൊണ്ട് 77 മാറ്റം വരുത്തിയില്ലേ? അതല്ലേ ജനാധിപത്യ സംസ്കാരം? അതല്ലേ സുപ്രീം കോടതി ഹരീഷ് വാസുദേവൻ, ജനാധിപത്യ സംസ്കാരം, നിയമം, നീതിന്യായ പീഠങ്ങൾ, നീതിന്യായ വ്യവസ്ഥ, ഇതെല്ലാം തന്നെയും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യർ തെരുവിലിറങ്ങി ഞങ്ങളുടെ സംസ്കാര സംരക്ഷണം, പാരമ്പര്യ സംരക്ഷണം ആവശ്യമാണ്, അത് ഇമ്മട്ടിലാണ് വേണ്ടത് എന്ന് ആവശ്യപ്പെടുമ്പോൾ ജനാധിപത്യ സർക്കാരുകൾക്ക്, നീതിന്യായ പീഠങ്ങൾക്ക് എന്ത് നിലപാടാണ് സ്വീകരിക്കാനാവുക? ഈ നിയമം ഇങ്ങനെയായിരിക്കെ, നിയമം ഇമ്മട്ടിലാണ് ഉണ്ടാകുന്നത്, മനുഷ്യർക്ക് വേണ്ടിയാണ് എന്നിരിക്കെ ഇക്കാര്യത്തിൽ തെറ്റെന്താണ്? ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ആനന്ദം വേണം എന്ന് ഒരു ജനത പുറത്തേക്കിറങ്ങി ആവശ്യപ്പെടുമ്പോൾ മറ്റൊരുപാട് കാര്യങ്ങൾക്ക്, ഭക്ഷണത്തിനടക്കം കൊല്ലുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട് മൃഗങ്ങളെയെങ്കിൽ ഇക്കാര്യം അത് മാറി നിൽക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ 2 ദിവസമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്, പല ദിവസങ്ങളായി പലരും ചർച്ച ചെയ്യുകയാണ്. പക്ഷേ അപ്പോഴും ജനതയുടെ ആഗ്രഹം അവിടെ നിൽക്കുന്നുണ്ട്. അതിനനുസരിച്ച് പോവുക എന്നതല്ലാതെ നിയമ മേഖലയ്ക്കും സർക്കാരുകൾക്കും എന്താണ് വഴി? ഞാനതാണ് ആവർത്തിച്ച് പറഞ്ഞത്. ഇന്ത്യയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമം ഉണ്ടാക്കുന്നതെങ്കിലും അതിനൊരു പ്രക്രിയയുണ്ട് എന്ന്. ഇപ്പോൾ എൻ്റെ സുഹൃത്തും സീനിയർ അഭിഭാഷകനുമായ ശ്രീ ശ്രീധരൻപിള്ള ഇവിടെ പറഞ്ഞു, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങളുടെ ഈ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു, അത് ജനാധിപത്യമായ രീതിയാണ് എന്ന് പറഞ്ഞു. തമിഴ്നാട്ടിലോ ഇന്ത്യൻ പാർലമെൻറ്റിലോ എന്ത് ചർച്ചയാണ് ഇത് സംബന്ധിച്ച് നടന്നത്? ഇതൊരു ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവിലൂടെയാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ജല്ലിക്കെട്ട് എന്ന് പറയുന്നതിൻ്റെ എക്സ്പോഷർ, അതിൻ്റെ നടത്തിപ്പ് ഇതിനെ ഒഴിവാക്കുകയും ഇതിനെ എക്സംഷൻ കൊടുക്കുകയും ചെയ്തത്. ഈ എക്സംഷൻ എന്ന് പറയുന്നത്
ഭരണഘടനാ സാധുതയില്ലാത്തതാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ്, അത് യുക്തിരഹിതമാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിൻ്റെ വിധിന്യായം വരാൻ ഒരാഴ്ച കാത്തിരിക്കുകയാണ്. എന്തിനാണ് സെൻട്രൽ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് ഒരാഴ്ച കഴിഞ്ഞേ വിധി പ്രസ്താവിക്കാവുള്ളൂ എന്ന് പറഞ്ഞത്? അപ്പോൾ ആ വിധിയെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഉൾപ്പെടെ ഭയപ്പെടുന്നുണ്ട്. 2, ആൾക്കൂട്ടം പറയുന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നതെങ്കിൽ തീർച്ചയായിട്ടും ശ്രീ ശ്രീധരൻപിള്ള ഇവിടെ ചൂണ്ടിക്കാണിച്ച വിധിന്യായത്തിന് ശേഷം വന്നിട്ടുള്ള, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇവിടെ ബാധകമല്ല. കാരണം തെരഞ്ഞെടുപ്പിലൂടെ ജനം അതിന് മറുപടി കൊടുക്കുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യപരമാണ്. പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെതിരെ തെരുവിലിറങ്ങി ഞങ്ങൾക്ക് അടിയന്തരാവസ്ഥ വേണ്ട, ഞങ്ങൾ കത്തിച്ചു കളയും എന്ന് പറഞ്ഞ് റെയിൽവേ തടയുകയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമെടുക്കുകയോ അല്ലെങ്കിൽ തെരുവിലിറങ്ങിയോ സമരം ചെയ്തോ അല്ല, അത് ജനാധിപത്യപരമായാണ് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ആ എക്സാമ്പിൾ ഇവിടെ യോജിക്കുന്നതല്ല. മൂന്നാമത്തെ കാര്യം, ജനങ്ങൾ സ്വമേധയാ വന്ന് മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പങ്കെടുക്കുക എന്ന് പറയുന്നത് പോലും വിരുദ്ധമാണ്. കാരണം ആയിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് IPC. പറഞ്ഞോളൂ ഹരീഷ്, ഞാൻ ശ്രീധരൻപിള്ളയിലേക്ക് വീണ്ടും വന്നോളൂ. അതാണോ അടിയന്തരാവസ്ഥക്കെതിരായി ഇന്ത്യയുടെ നിയമനിർമ്മാണ സംവിധാനത്തെ മാറ്റിയത്? അല്ല, ചരിത്രപരമായി ഒരുപാട് കേസുകളിലൂടെ, SR ബൊമ്മെ കേസിന് ശേഷമുള്ള ഒരുപാട് കേസുകളിലൂടെ ജനാധിപത്യത്തിലെ മൂല്യങ്ങൾ നമ്മൾ തിരിച്ചു പിടിക്കുകയായിരുന്നു. അതിന് ഒരുപാട് കാലം വൈകിയെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ പ്രക്രിയയ്ക്ക് നമ്മൾ വിധേയമാവുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതുപോലെ ഒരു മോബ് ഇറങ്ങി ഞങ്ങളുടെ ആവശ്യം ഇതാണ് എന്ന് പറയുകയും ഇതാണ് തമിഴിൻ്റെ ആവശ്യം എന്ന് പറയുകയും ചെയ്യുന്നു എന്നതിലാണ് അപകടം. ശ്രീ സനീഷ്, ഞാൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് തമിഴ്നാട്ടിലെ മൊത്തം ആളുകൾ ഇതിനോട് യോജിക്കുന്നു എന്ന നിലപാട് നമ്മൾ എടുക്കേണ്ടതില്ല. ഈ യോജിക്കുന്ന ആളുകളുടെ ശബ്ദത്തിന് മുന്നിൽ, അവരുടെ ആക്രോശങ്ങൾക്ക് മുമ്പിൽ നിരവധിയായിട്ടുള്ള തമിഴ് സുഹൃത്തുക്കൾ ഞങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല എന്ന് ഉച്ചസ്ഥരം പറയുന്നുണ്ട്. അവർക്ക് പുറത്തു വന്ന് ഒരു മോബായി മാറാനുള്ള സംവിധാനം അവിടെയില്ല. നമുക്കറിയാം, എല്ലാവിധ ഇത്തരത്തിലുള്ള മോബുകൾ വരുമ്പോഴും അതിനെതിരായി വരുന്ന ആളുകളെ ആക്രമിക്കുന്ന സ്വഭാവമുണ്ട്. കിസ് ഓഫ് ലവ് പോലുള്ള മൂവ്മെന്റിൽ നമ്മൾ കണ്ടതാണ്. നിയമനിർമ്മാണമാകാം, കാര്യങ്ങൾ ഇങ്ങനെയാകാം. ഞാൻ ഹരീഷ് വാസ്തവൻ പറയുന്നതിനോട് തീരെ യോജിക്കുന്നില്ല. എന്നാൽ ഹരീഷ് വാസ്തവൻ പറയുന്ന 2 വാക്കുകൾ, ആക്രോശം, മോബ്, അത് ഈ ക്രൗഡിനോട് ആപ്ലിക്കബിൾ അല്ല. ഈ ക്രൗഡ് എങ്ങനെയാണ് ഒരു മോബായത്? അവർ വളരെ പീസ്ഫുൾ ആയിട്ട് 5-6 ദിവസമായി മറീന ബീച്ചിലും അലങ്ങളിലും ഇരിക്കുകയാണ്. അവരെവിടെയും ഒരു മോബോക്രസി പോലെ ഒന്നും ചെയ്തിട്ടില്ല. 2, നമ്മൾ കൾച്ചറലി ഇവരെ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ 4 പ്രാവശ്യം അലങ്ങനല്ലൂരിൽ ജല്ലിക്കെട്ട് കണ്ടിട്ടുണ്ട്. എല്ലാ വർഷവും ജല്ലിക്കെട്ടിന് പോകുമ്പോൾ ആദ്യം ആ ഗ്രാമത്തിൽ നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ ആ വാടിവാസിൽ കുറേ പോസ്റ്റേഴ്സ് ഉണ്ടാവും. ഫസ്റ്റ് ടൈം ഞാൻ പോയപ്പോൾ എനിക്കൊരു കൾച്ചറൽ ഷോക്കാണ് ലഭിച്ചത്. ഞാൻ ചോദിച്ചു, എന്താണ് ഈ പോസ്റ്റേഴ്സ്? അപ്പോൾ അവരൊരു ഇതൊക്കെയാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ വീരർ എന്ന്. ആരാണ് ഈ വീരർ? കഴിഞ്ഞ ജല്ലിക്കെട്ടിൽ മരിച്ച ആൾക്കാർ. അവർ എത്രയോ അഭിമാനത്തോടു കൂടിയാണ് ഈ ആൾക്കാരുടെ പോസ്റ്റേഴ്സ് എല്ലാ വർഷവും ഒട്ടിവെക്കുന്നത്. അപ്പോൾ കൾച്ചറലി ഈ ഗ്രാമങ്ങളിലെ ആൾക്കാർ നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് ചിന്തിക്കുന്നത്. നമുക്കവരെ പുച്ഛിക്കാം, ഇവർ ജല്ലിക്കെട്ടിൽ പോയി മരിക്കാൻ തയ്യാറാണെന്ന്. പക്ഷെ അതാണ് അവരുടെ കൾച്ചർ. ഒരു ഡെമോക്രസിയിൽ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കുന്നത് ശരിയാകുമോ? നമ്മളത് അങ്ങനെ വിട്ടുകൊടുക്കുന്നത് ശരിയാകുമോ? ഇപ്പോൾ പണ്ട് സതി അനുഷ്ഠിക്കുക എന്നതൊക്കെ പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. അക്കാര്യത്തിൽ സതി അനുഷ്ഠിച്ച വിധവകളായിട്ടുള്ള ആളുകളെ വലിയ വീരരായിട്ട് തന്നെ ബഹുമാനിക്കപ്പെടേണ്ടുന്ന ആളുകളായിട്ട് കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ കൾച്ചർ എന്നവർ അവകാശപ്പെട്ടിരുന്നു. അതിനെ നിയമത്തിലൂടെയാണ് മാറ്റിയത്. ഭൂരിപക്ഷവും അതിനെ അനുകൂലിക്കുകയായിരുന്നു. കമ്പാരിസൺ ഇല്ലല്ലോ. ഇത് അത് സതിയും ഇതുമായി എങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടാവും? ഇത് സാധാരണ നോർമൽ ഗ്രോൺ അപ്പ് മെൻ, അവർ സ്വന്തം ചോയ്സോടുകൂടി ജല്ലിക്കെട്ട് കളിക്കാൻ പോവുകയാണ്. എത്രയോ ആൾക്കാർ, ഞാൻ ആക്ച്വലി ലൈവായി 2 ആൾക്കാർ മരിക്കുന്നത് കണ്ടിട്ടുണ്ട് ജല്ലിക്കെട്ടിൽ, 2006-ലും 2007-ലും. എന്നിട്ട് എല്ലാവരും അവരുടെ ഫാമിലീസ് ഉൾപ്പെടെ എല്ലാവരും അവരെ വീരർ എന്നാണ് വിളിക്കുന്നത്. അവർ കൾച്ചറലി ഡിഫറെൻ്റ് ആണ്, നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിലെ കണ്ണൂരിലെ ഗ്രാമങ്ങളിൽ ചിലപ്പോൾ പൊളിറ്റിക്കൽ മേഡേഴ്സ് ഉണ്ടായാൽ ആ ഒരു പെർട്ടിക്കുലർ ഫാമിലി ചിലപ്പോൾ ആ ഒരു പാർട്ടിയോട് അത്രയും ലോയൽറ്റി ഉള്ളപ്പോൾ അവരൊരിക്കലും പാർട്ടിക്കെതിരെ സംസാരിക്കില്ല. അവർ ആ മേർഡർ ആക്സെപ്റ്റ് ചെയ്യും, അല്ലേ? അതുപോലെ തന്നെയാണ് ജല്ലിക്കെട്ടും. ഇതൊക്കെ ഇൻട്രിൻസിക് ആണ് ആ സൊസൈറ്റി. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം സുപ്രീം കോടതി എന്താണ് പറയുന്നത്? നിങ്ങൾ ജല്ലിക്കെട്ട് നടത്തിക്കോളൂ, പക്ഷെ നിങ്ങൾ കർശനമായി ഇതിന് പ്രൊവിഷൻസ് വെക്കണമെന്ന്. നിങ്ങൾ വിധി പറയരുത് എന്ന്, ഇത് നടക്കുന്നതുവരെ വിധി പറയരുത് എന്ന ആവശ്യം സർക്കാർ മുന്നോട്ട് വെക്കുകയും അതിന് കോടതി വഴങ്ങുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരർത്ഥത്തിൽ മോബിൻ്റെ ഇടപെടലായി തന്നെ കാണേണ്ടതല്ല. ഈ ആൾക്കൂട്ടം തെരുവിലുള്ളത് കൊണ്ട് നിയമവ്യവസ്ഥയ്ക്ക് അതിൻ്റെ ശരിയായ വഴിയിലൂടെ പോകാനാകുന്നില്ല എന്നത് വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് ശരിയല്ല. പറഞ്ഞോളൂ.
ഇവിടെ മോബ് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് ഒന്നും അറിയാതെ കുറേ ജനങ്ങൾ ബീച്ചിലേക്ക് വരികയല്ല. ഇവരുടെ ഇടയിലൊക്കെ പ്രചരിപ്പിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ടായത്. A1 A2 മിൽക്ക് എന്താണ് ഇൻഡിജീനിയസ് ബ്രീഡ്സ്, ഇങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടാണ് ഇത്രയും കോളേജിൽ നിന്നും എഞ്ചിനീയേഴ്സും ഇവരെല്ലാവരും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് തെറ്റായ പ്രചരണമാണോ അല്ലയോ എന്നല്ല. ജല്ലിക്കെട്ട് ഒരിക്കൽ പോലും യൂട്യൂബിലോ അല്ലെങ്കിൽ ടി വിയിൽ പോലും കാണാത്ത ആൾക്കാരാണ് ഇന്ന് ബീച്ചിലേക്ക് വന്നിരിക്കുന്നത്. എന്തെന്നാൽ അവർക്ക് പല ഗ്രൗസ് ഉണ്ട് ഗവൺമെന്റിനെതിരെ. ജല്ലിക്കെട്ട് ഒരു കംപ്ലയിൻറ്റ് മാത്രമാണ് അവർക്ക്. പക്ഷേ അവരെല്ലാവരും ഒരു സ്വരത്തിൽ പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഈ പ്രൊട്ടസ്റ്റിന് വന്ന എല്ലാവരും പറയുന്നത്, ഒരു ഡെമോക്രസിയിൽ എങ്ങനെ നിങ്ങളൊരു കാര്യം ബാൻ ചെയ്യാൻ പറ്റും, നിങ്ങൾ റെഗുലേഷൻസ് വെച്ച് വീണ്ടും ഈ സ്പോർട്ട് നടത്തൂ എന്നാണ്. ഇവിടെ പ്രശ്നം ഈ ബീച്ചിൽ വന്നിരിക്കുന്ന ഒരുപാട് യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ജല്ലിക്കെട്ട് 4 പ്രാവശ്യം വിത്ത് റെഗുലേഷൻസ് നടത്തിയതാണ് എന്നത് അറിയില്ല. അത് അവരെ ഗവൺമെൻറ് അറിയിക്കണമായിരുന്നു കറക്റ്റായിട്ട്. തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ വന്ന് പറയണമായിരുന്നു ഞങ്ങൾ 4 വർഷം നടത്തിയതാണ്, എന്നിട്ട് പോലും ഒരുപാട് ജനങ്ങളും ഒരുപാട് കാളകളും മരിച്ചു, എല്ലാവർക്കും പരിക്കുമേറ്റു എന്ന്. അതൊന്നും ആൾക്കാർക്ക് അറിയില്ല. എല്ലാവരും വിചാരിക്കുന്നത് 2014 ബാൻ ചെയ്തു എന്നാണ്. അതിനു മുമ്പ് ഈ കേസിന്റെ ഹിസ്റ്ററി എന്താണ്, ഇതൊക്കെ ജനങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും ആരും തയ്യാറായില്ല. ഇന്നലെ രാത്രി ഫോർ എക്സാമ്പിൾ ഈ ഓർഡിനൻസ് പാസ്സായപ്പോൾ പനീർസെൽവം ചീഫ് മിനിസ്റ്റർക്ക് ഒരു പ്രസ് കോൺഫറൻസിൽ പറയാമായിരുന്നു ഇത് നിങ്ങളുടെ വിക്ടറിയാണ്, എല്ലാവരും തിരിച്ചു പോകുമെന്ന്. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്ത്. ഇവിടെ പല പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ആൾക്കാർ തിരിച്ചു പോകാത്തത്. ഇന്നൊരു ലീഡർ എന്നോട് പറഞ്ഞു ദർ ഇസ് നോ ഫ്രൂട്ട് ഓഫ് വിക്ടറി ഹിയർ. ഇപ്പോൾ CM വന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ എല്ലാവരും തിരിച്ചു പോയി, നിങ്ങളുടെ സമരത്തിന്റെ വിക്ടറി ആണെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ തിരിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ അവർക്കൊരു ഫീലിംഗ് ഇല്ല അവർ വിക്ടോറിയസ് ആയി എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോഴും മറീന ബീച്ചിൽ തന്നെ ഇരിക്കുകയാണ്. നാളെ രാവിലെ അസംബ്ലിയിൽ നടക്കുന്ന സ്പീച്ചിൽ അറ്റ്ലീസ്റ്റ് CM ഇത് പറയുകയാണെന്ന് വെച്ചാൽ എനിക്കൊന്നും പലരും തിരിച്ചു പോകുന്നു. ഞാൻ തിരിച്ചു വരാം, 4 അതിഥികളിലേക്കും തിരിച്ചു വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ PS ശ്രീധരൻപിള്ള, നേരത്തെ ഹരീഷ് വാസുദേവൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഇതിനുവേണ്ടി ആരവം മുഴക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ ബഹളം മാത്രമേ കേൾക്കുന്നുള്ളൂ. നോ പറയുന്ന ആളുകളുടെ ശബ്ദം നമുക്ക് കേൾക്കാനാവുന്നില്ല. ചില ചലച്ചിത്ര താരങ്ങൾ തുടക്കത്തിൽ ജല്ലിക്കെട്ടിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പിന്നോട്ട് പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാതെ ആയിപ്പോകുന്നുണ്ടോ നമ്മുടെ നിലപാടുകൾ? ഇന്നിപ്പോൾ പെറ്റയെ നിരോധിക്കണം, ആവശ്യമെങ്കിൽ അത് ചെയ്യും എന്ന നിലപാടുകൾ ബന്ധപ്പെട്ടവരെന്ന് വരുന്ന സാഹചര്യം പോലുമുണ്ട്. ആ അർത്ഥത്തിൽ ഇതിൻ്റെ മറിച്ചൊരു അഭിപ്രായം പറയുന്ന ആളുകളെല്ലാം കേൾക്കേണ്ടതേയില്ല, നിയമപരമായി പോലും കേൾക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പോകുന്നുണ്ടോ കാര്യങ്ങൾ? ആദ്യം നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇത് പഠിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ വാസുദേവനിവിടെ പറഞ്ഞല്ലോ, അടിയന്തരാവസ്ഥ പോരാട്ടം ജനങ്ങളുടേതായിരുന്നില്ല, ആരുമില്ല. സുപ്രീം കോടതിയും ഗവൺമെൻറ്റും നിലപാടെടുത്തപ്പോൾ 2 ലക്ഷത്തിൽ പരം ആളുകൾ സമരം ചെയ്ത് ജയിലിൽ കിടന്ന് 21 മാസം കിടന്നതാണെന്ന് ഈ യുവാക്കളൊക്കെ പഠിക്കുന്നില്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവി എന്താവും? കേരളത്തിൽ പോലും ജീവിതം മുഴുവൻ എന്താവുമെന്നറിയാതെ എല്ലാ പാർട്ടിയുടെ ആളുകൾ CPMൻ്റെയും BJPക്കാരും RSകാരും ജനസംഘക്കാരും ഒക്കെ കിടന്നില്ലേ? ഡൽഹി ബാർ അസോസിയേഷൻ ഈ കരിനിയമത്തിനെതിരായിട്ട് അന്ന് എത്ര ദിവസം സമരം ചെയ്തിട്ടുണ്ട്? അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട്, ജനാധിപത്യമാണ് അത്തരം സമരങ്ങൾ. ആ സമരത്തിൽ കൂടാണ് ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം വാസുദേവൻ ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടിയത്. 21 മാസക്കാലത്തെ സമരം കൊണ്ടാണെന്ന് ലോക സംഘർഷ സമിതി MP മന്മനായിരുന്നു, കേരളത്തിൽ മറ്റിടത്ത് ജയപ്രകാശ് നാരായണനായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം, പഠിക്കണം. അങ്ങനെയാണ് ഓരോന്നും. ഇപ്പോൾ അഴിമതിക്കെതിരായ സമരം കൊണ്ടല്ലേ നരേന്ദ്രമോദി അധികാരത്തിൽ വരാനിടയായത്. 21-22% വോട്ട് കിട്ടുന്നിടത്ത് 31 അല്ലെങ്കിൽ 38 NDAക്ക് കിട്ടിയെന്ന് പറയുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് വന്നത്? ഇന്ത്യയിലുണ്ടായ അഴിമതി വിരുദ്ധ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ആ മൂവ്മെൻറ്റ് ഡൽഹിയിലൊക്കെ ഇറങ്ങരുത് എങ്ങനെയാണ്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിച്ചാണോ? അതുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പോവുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വരാൻ താങ്കൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. കാരണം 2009 2006 അയ്യപ്പൻ ഷാജി ചെല്ലൻ എന്ന് പറഞ്ഞൊരു വക്കീലാണ് മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ ഇതെല്ലാം നിരോധിച്ചതിനെതിരെ അവിടെ ജനകീയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം നടന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ 2009 തമിഴ്നാട് അസംബ്ലി തമിഴ്നാട് ജല്ലിക്കെട്ടു റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ഒന്ന് പാസ്സാക്കി. ചർച്ച ചെയ്ത് നിയമസഭയിൽ ചർച്ച ചെയ്തതിൻ്റെ എല്ലാം കഴിഞ്ഞ് യുനാനിമസ് ഒപ്പീനിയനായിട്ട് തമിഴിലെ ജനങ്ങളുടെ വികാരം അത് വന്നപ്പോഴാണ് അതിനെതിരായിട്ട് സുപ്രീം കോടതി പോയി. പക്ഷേ സുപ്രീം കോടതി 5 കൊല്ലത്തേക്ക് ആ ഹിയറിംഗ് നടക്കുന്ന 5 കൊല്ലത്തേക്ക് അതിന് സ്റ്റേ ചെയ്യുകയുണ്ടായി, നടത്താൻ അനുമതി നൽകുകയാണ് ഉണ്ടായത്. പക്ഷേ 2015 അന്നത്തെ ഭരണകൂടം തമിഴ്നാട് ആക്ടിന് എതിരായിട്ട് അന്ന് ഈ പ്രകൃതിവാദികളുടെ എല്ലാം ഇതിങ്ങനെ ഉണ്ടല്ലോ കുറേ, ഇപ്പോഴത്തെ ജയറാം രമേശ് 11/7/2015 നോട്ടിഫൈ ചെയ്ത് ജല്ലിക്കെട്ട് ബാൻ ചെയ്തു.
അതിനെ തുടർന്ന് ആ ഗ്രൗണ്ട് കണക്കിലെടുത്താണ് 7/5/2014 സെൻട്രലിന് അധികാരമുണ്ട്, സെൻട്രൽ നിയമം വന്നിരിക്കുന്നു, അതുകൊണ്ട് അവർ ബാൻ ചെയ്ത സ്ഥിതിക്ക് സ്റ്റേറ്റിൻ്റെ നിയമം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പ്രധാന ഗ്രൗണ്ടാക്കിയിട്ടാണ് ഇതിനെ നിരോധിച്ചത് സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള അടിസ്ഥാനത്തിലാണ് ഇതിനെതിരായ നിലപാടുള്ള സർക്കാർ BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പം ജനുവരി മാസത്തിൽ ഈ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത്. ആ നോട്ടിഫിക്കേഷൻ ശരിയോ അപ്പോൾ ജനങ്ങളുടെ വികാരം ഇല്ലാത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള അജ്ഞതയ്ക്ക് എന്ത് മറുപടി പറയാനാണ്? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു രാജ്യം ഇപ്പോൾ ഇന്ത്യയാണ്. ഏതൊരു നല്ല കാര്യത്തിനും ജനങ്ങളുടെ വികാരം ഒന്നുമല്ല, ചില വക്കീലുമാരുടെ ഇൻ്റർപ്രിട്ടേഷനും അതനുസരിച്ചിട്ട് പബ്ലിക് ഇൻട്രസ്റ്റും. അതുപോലെ തന്നെ ഇന്ത്യ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കുന്ന എല്ലാം കോടതി സെറ്റിൽ ചെയ്യുക, കാശ് വാങ്ങിയിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു രാജ്യമായി ഇപ്പോൾ ഇത്. അങ്ങനെയുള്ളവരുടെ ഇതെല്ലാം ജനങ്ങളുടെ വികാരം കണക്കണ്ട. 5 ലക്ഷം ആളെ വെടിവെച്ചിടാനാണ് പറയുന്നത്. അപ്പോൾ അവരുടെ വികാരത്തെ ഉൾക്കൊണ്ടുള്ള കോടതി അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് വീണ്ടും അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കണമെന്ന് പറഞ്ഞാൽ വലിയൊരു മഹാപരാധമാണ് നമ്മൾ ചിത്രീകരിക്കപ്പെടുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രതിബദ്ധത ഇന്ത്യയിലെ ജനങ്ങളോടാണ്, പരമാധികാരം ജനങ്ങൾക്കാണ്. ആ ജനവികാരത്തെ ഉൾക്കൊള്ളണം, അല്ലാതെ സമ്മർദ്ദനത്തിന് വഴങ്ങിക്കൊണ്ടോ ഗവൺമെൻറ് മാറിയതല്ല. ആ നിലക്കുള്ള പ്രചരണങ്ങൾ ശരിയല്ല എന്നാണ് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, ചരിത്രം അറിയില്ലെങ്കിൽ സംഘസാഹിത്യം അതാണല്ലോ തമിഴ്നാടിൻ്റെ, അതിൽ എരു തഴുവതൽ കാള തഴുവതൽ അതാണ്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എല്ലാം പരിഗണന കൊടുത്തുകൊണ്ട്, അല്ലാണ്ട് അതിനെ കൊല്ലുകയല്ല ചെയ്യുന്നത്. ലോകത്ത് തന്നെ ഫ്രാൻസിൽ 2012 കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിന്റെ വിധി എന്താ? പക്ഷേ ശ്രീ ശ്രീധരൻപിള്ള ഒരു നിമിഷം ശ്രീ ശ്രീധരൻപിള്ള ഹെറിറ്റേജ് ആണ്. അതായത് ഇതൊക്കെ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് കോടതിക്ക് മുമ്പാകെ ഈ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ പെറ്റ ഇടപെടുകയും കൗസ്ലോട്ടർ മാത്രമല്ല അത് പറഞ്ഞിട്ടുള്ളത്, താങ്കൾക്ക് അതുകൂടി അറിയാവുന്നതാണല്ലോ. അത് മൃഗങ്ങളെ പീഡിപ്പിക്കുന്ന സംഗതിയാണ് എന്ന ഗ്രൗണ്ട് മുന്നോട്ട് വെച്ചപ്പോഴാണല്ലോ ഇക്കാര്യത്തിൽ ചുരുങ്ങിയിരിക്കുക, തകർന്നു, കങ്കായം ജല്ലിക്കെട്ടിന്റെ പ്രൊഡക്റ്റ് ഇല്ലാതായി തീർന്നിരിക്കുക. ഇതൊക്കെ വരുമ്പോൾ പേട്ട എന്ന് പറഞ്ഞ സംഘടന വരുന്നത്, ആ സംഘടനയുടെ ഒരു വാക്കുകൂടി സനീഷ് ഞാൻ പറഞ്ഞോട്ടെ. അവരുടെ കണക്കനുസരിച്ച് അവർ 300 കോടി രൂപ ഒരു കൊല്ലം കളക്ട് ചെയ്ത് ചെലവഴിക്കുന്നവരാ. അമേരിക്കയുടെയാണ്. ഇവിടെ ഈ സീറ്റാ സെത്തൽവാദിനെ പോലുള്ള ആളുകളാണ്. ശ്രീധരൻപിള്ള അത് ലോകത്തെല്ലായിടത്തും പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ആ സംഘടനയുടെ ശരിതെറ്റുകൾ, അവർക്ക് വരുന്ന ഫണ്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അപ്പോൾ തന്നെയും താങ്കൾ കേൾക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത്? അവരുടെ പണം മുഴുവനും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും പ്രചരണത്തിന്. ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഹരീഷ് വാസ്തവൻ, അതൊക്കെയാണ് അതിന്റെ വാദങ്ങൾ. നമുക്ക് ഈ വാദങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക സാധ്യമാണോ? പല കാര്യങ്ങൾ പരിഗണിച്ച് ഈ നിയമപരമായിട്ടുള്ള സംഗതികളിലേക്കൊക്കെ പോകുമ്പോൾ തന്നെയും അതിന് വേണ്ടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഏർപ്പെടുമ്പോൾ തന്നെയും ഈ പറയുന്ന ജനവികാരത്തെ കാണാതിരിക്കുക സാധ്യമല്ലോ ജനാധിപത്യ സർക്കാരുകൾക്ക്? തീർച്ചയായിട്ടും അല്ല. ജനവികാരം കണക്കിലെടുക്കണം, ജനവികാരം കേൾക്കണം. ഈ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്നുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ വരാനിരിക്കുന്ന സുപ്രീം കോടതി വിധി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതി വിധി ന്യായങ്ങൾ പക്ഷേ പൊതു തെരുവിൽ ആളുകൾ ആക്രോശിക്കുന്നതിനനുസരിച്ച് ഞാൻ ഇവയെ മോബ് എന്ന് തന്നെ വിളിക്കുന്നു. അങ്ങനെ വിളിക്കരുത് എന്ന നിർദ്ദേശം ഈ ചർച്ചയിൽ വന്നു. ഞാൻ ചോദിക്കട്ടെ, ആ ചർച്ചയിൽ അത് ഉന്നയിച്ച മഹതി തന്നെ ഇവിടെ പറഞ്ഞു, ഇതിൽ വന്നിട്ടുള്ള എത്ര പേര് ഈ ജല്ലിക്കെട്ട് കണ്ടിട്ടുണ്ട്? എത്ര പേർക്ക് ഈ ജല്ലിക്കെട്ട് എന്താണെന്നറിയാം? എത്ര പേർക്ക് ഈ ജല്ലിക്കെട്ടിൻ്റെ ചരിത്രം അറിയാം? എന്തുകൊണ്ട് ഇത് നിരോധിക്കപ്പെട്ടു എന്നറിയാം? ഇതൊന്നും അറിയില്ല. ആ അറിയില്ല എന്നിരിക്കെ തന്നെ ഒരു വികാരത്തിൻ്റെ ഭാഗമായി ഒരു ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ട്വിറ്ററിലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തരംഗത്തിൻ്റെ ഭാഗമായി തെരുവിലെത്തപ്പെട്ട ആളുകളാണ് അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇൻഫോംഡ് കൺസെൻ്റ് അല്ല ഈ ആളുകൾക്കുള്ളത്. അതായത് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, മനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു നിലപാടല്ല. അത് കേവലം വൈകാരികതയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണെന്ന് വളരെ പ്രകടമാണ്. അവരെ ആരും പ്രത്യക്ഷത്തിൽ നയിക്കുന്നില്ല, ഒരു പ്രത്യയശാസ്ത്രം അവരെ നയിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരെ മോബ് എന്ന് വിളിക്കുന്നത്. ഈ മോബ് പറയുന്നത് കേട്ടിരുന്നെങ്കിൽ ശ്രീ സനീഷ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഡൽഹി റേപ്പ് കേസിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ആക്രോശം എന്താണ്? ഇന്ത്യയിൽ റേപ്പ് കേസിൽ പ്രതിയാക്കപ്പെടുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് കഴിവേറ്റുക എന്നുള്ളതാണ്. അവരുടെ ലൈംഗിക അവയവം ഛേദം ചെയ്ത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവിടെ കേട്ട ഏറ്റവും വലിയ ആക്രോശം. ഇതുപോലെ നിരവധി ആക്രോശങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പുരാണ പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുതിര ഓടുന്ന സ്ഥലങ്ങൾ മുഴുവൻ അശ്വമേധയാഗം നടത്തി ആ സ്ഥലങ്ങൾ മുഴുവൻ പിടിച്ചെടുത്ത് ഒടുക്കം ആ കുതിരയെ കൊല്ലുന്ന തരത്തിലുള്ള ആചാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എത്ര കാലമായി നമ്മുടെ നാട്ടിൽ പൊതു നിരത്തിൽ ദളിതർ യാത്ര ചെയ്തു തുടങ്ങിയിട്ട്? ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മൾ ഈ പറയുന്ന കൊട്ടിഘോഷിക്കുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ സംസ്കാരത്തിൽ ക്യാൻസറസ് എന്ന് തോന്നുന്ന, നമുക്ക് പുരോഗമന സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഓരോന്നും വെട്ടിമാറ്റിയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. ഈ ഓരോ വെട്ടിമാറ്റൽ നടത്തുമ്പോഴും അതിനെതിരെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഒരുപക്ഷെ അതിനകത്ത് ശബ്ദമുയർത്തിയിട്ടുണ്ട്. അവയെ പുരോഗമനാത്മകമെന്ന് സമൂഹം വിലയിരുത്തുന്ന ആളുകൾ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പൊതു സമൂഹത്തിൻ്റെ പുരോഗമനം നിലനിർത്തുന്നത്.
ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനാണ് ഈ ആൾക്കൂട്ടം ആക്രോശിക്കുന്നതെങ്കിൽ ബാൻ വേണമെന്നോ വേണ്ട എന്നോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിലേത് തീരുമാനമെടുക്കുമ്പോഴും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, നിശബ്ദരായിട്ടുള്ള ആളുകൾ ആരാണ് ഈ പറയുന്ന, ഇപ്പോൾ ശ്രീ ശ്രീധരൻപിള്ള ഇവിടെ ചൂണ്ടിക്കാണിച്ചു ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് മൃഗസ്നേഹികളുടെ വാദമാണ്. ഈ മൃഗസ്നേഹികൾ, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇര എന്ന് പറയുന്നത് കാളയാണ്. കാളയ്ക്ക് വേണ്ടി ആരാണ് സംസാരിക്കുന്നത്? നിങ്ങൾ ചാകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പോയി ചത്തുകൊള്ളുക. പക്ഷേ കാളയെ ഇത്രയധികം ദ്രോഹിക്കാൻ, ആഹാരത്തിന് വേണ്ടിയുള്ള ദ്രോഹം മാറ്റി നിർത്തിയാൽ, നിങ്ങൾ വിനോദത്തിന് വേണ്ടി ഈ ജീവിയെ ഇങ്ങനെ വേട്ടയാടുകയും അതിൻ്റെ കണ്ണിൽ മുളകരച്ച് തേക്കുകയും അതിനെ കുത്തിവെക്കുകയും അതിന് മദ്യം കൊടുക്കുകയും ഒടുക്കം ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇറക്കി വിടുകയും ഇഞ്ചിഞ്ചായി കൊല്ലുകയും ചെയ്യാൻ ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹത്തിലെ നിയമങ്ങൾ, അതിന് ഭരണഘടന ഇതൊന്നും അനുവദിക്കുന്നില്ല. ഞാൻ തിരിച്ചു വരാം ഹരീഷ് താങ്കളിലേക്ക്. ശ്രീമതി ഗോമതി അമ്മാൾ അത് കേൾക്കുന്നുണ്ടാകുമല്ലോ. ഈ പറയുന്നത് പോലെ ഒരു മിണ്ടാ പ്രാണിയെ അതിന്റെ സമ്മതമില്ലാതെ കളത്തിലേക്ക് ഇറക്കി അതിനെ അതിക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നതിൽ തന്നെ ക്രൂരത കിടക്കുന്നുണ്ട്. വലിയ തോതിൽ അതിൻ്റെ ബാലൊടിക്കുക, കണ്ണിൽ മുളകരച്ച് തേക്കുക പോലുള്ള മറ്റ് ക്രൂരകൃത്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന ആക്ഷേപം കൂടെയുണ്ട് പെറ്റയ്ക്ക്. അതുകൂടെ പരിഗണിച്ചാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചകൾ നടക്കുന്നത്. പോരാത്തതിന് തമിഴ്നാടിൻ്റെ ആകെ തന്നെയും വികാരമാണ് ജല്ലിക്കെട്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ കാണാൻ വരുന്ന ആളുകളുടെ കൂട്ടത്തിലും അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിലും തമിഴ്നാട് ജനതയുടെ പകുതിയോളമുള്ള അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ വരുന്ന സ്ത്രീകളെ കാണാനേ ഇല്ല. ഉണ്ടാക്കുന്ന ബഹളത്തിൻ്റെയൊക്കെ ഭാഗമായി സ്ത്രീകളടക്കമുള്ള ആളുകൾ ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണിത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു ആൺകൂട്ടത്തിൻ്റെ കളിയും അതിൽ ക്രൂരത വലിയ തോതിൽ ഉൾച്ചേർന്നിട്ടുള്ള സംഗതിയുമാണ്. ഈ കാലമൊക്കെ മാറിയിട്ടുണ്ട്. ആളുകൾക്ക് വിനോദം, കൂട്ടായിട്ടും ഒറ്റയ്ക്കും ഇരുന്ന് ഉള്ള വിനോദത്തിന് മറ്റുപാധികളുണ്ട് എന്ന് കണ്ട് ഈ ആവശ്യങ്ങൾ ഒരു മിണ്ടാപ്രാണിയെ ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് ഇട്ടുകൊടുത്ത് പീഡിപ്പിക്കുന്ന സംഗതികൾ ഒഴിവാക്കുക എന്നതിലേക്ക് പോകാൻ എഴുത്തുകാരടക്കമുള്ള ആളുകൾ, രാഷ്ട്രീയ നേതൃത്വം പോലുള്ള ആളുകൾ, മറ്റ് സ്വാധീനശേഷിയുള്ള വ്യക്തികളും സംഘടനകളും അക്കാര്യത്തിലേക്ക് പോവുകയല്ലേ വേണ്ടത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതെ ഇരിക്കുന്നതാണ് സൗകര്യം എന്ന ആളുകൾക്ക് തോന്നുന്നത്? ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ കാളയുടെ കാര്യം, കാളയെ ഇപ്രാവശ്യം കാളയ്ക്ക് എങ്ങനെ മദ്യം കൊടുത്തു അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്നൊന്നുമില്ല. ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ട്. മത്സരങ്ങൾ നടക്കും. ഇതിൻ്റെ പേരിൽ, ഈ കാള ജല്ലിക്കെട്ടിൻ്റെ പേരിൽ വാതുവയ്പ്പുകളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ഉപദ്രവം നടന്നിട്ടുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ചിത്രങ്ങൾ പക്ഷേ ഇപ്പോൾ ഉടനെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. പണ്ടത്തെ പടങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെയൊക്കെ നിയന്ത്രണമുണ്ട്. എന്ത് ചെയ്താലും ആളുകൾ അറിയും എന്നുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഈ പൂരം നടക്കുന്നില്ലേ? ഈ പൂരത്തിന് എത്ര ആനകളെയാണ് വെയിലത്ത് എത്ര മണിക്കൂർ നിർത്തുന്നു? എത്ര നേരമാണ് നിർത്തുന്നത്? അപ്പോൾ അത് ക്രൂരതയല്ലേ? അതിനെതിരെ സാംസ്കാരിക നായകന്മാർ പ്രതികരിച്ചപ്പോൾ നിങ്ങളപ്പോൾ നമ്മൾ ഈ മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്തല്ലേ ചെയ്തത്. അപ്പോൾ അതാത് സ്ഥലത്തെ സാംസ്കാരികമായ പൈതൃകത്തെ സംരക്ഷിക്കാൻ അതാത് നാട്ടിലെ ജനങ്ങൾക്ക് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ മനസ്സിലെ വികാരമാണത്. ഈ പൂരം നടക്കുമ്പോൾ ആന വേണം, ഉത്സവത്തിന് ആന വേണം, അന്ന് ആന വേണ്ട എന്നൊരു ചെറിയ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും സാംസ്കാരിക നായകന്മാർ ഉൾപ്പെടെ ഉള്ളവർ അതിനെതിരെ രംഗത്ത് വന്നു. കാരണം ആന വേണം, ആനയില്ലെങ്കിൽ എന്ത് ഉത്സവം, ആനയില്ലെങ്കിൽ എന്ത് ചന്തമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊരു വാക്ക് നമ്മൾ പറഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഒരു മൃഗങ്ങളെയും ഒരു രീതിയിലും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനെയാണ് വേണ്ടത് ശ്രീമതി ഗോമതി അമ്മാൾ. അങ്ങനെയാണ് വേണ്ടത്. പൂരത്തിനാണെങ്കിലും ആനയെ ഇതുപോലെ ക്രൂരമായി പീഡിപ്പിച്ച് വെയിലത്ത് നിർത്തുന്നതാണെങ്കിലും അതിനെതിരെ സംസാരിക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. ആ ന്യൂനപക്ഷം ഉണ്ടാക്കിയെടുത്ത നിയമപരമായി മറ്റുമുള്ള പോരാട്ടങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത കുറേ കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ആനകൾ ഇന്നുള്ളതിനേക്കാൾ കൂടുതലായി പീഡിപ്പിക്കപ്പെടുമായിരുന്നില്ലേ? ഈ പെറ്റ പോലുള്ള സംഘടനകൾ, മൃഗസ്നേഹി സംഘടനകളുടെ ഇടപെടലുകൾ കൊണ്ട് ചെറിയ മട്ടിലെങ്കിലുമുള്ള ആശ്വാസം ആ മിണ്ടാപ്രാണികൾക്കുണ്ടായിട്ടുണ്ട്. അത്തരം ഇടപെടലുകളേ വേണ്ട. നിങ്ങൾ ഈ തെരുവിലിറങ്ങുന്ന ആളുകളുടെ ബഹളം മാത്രം കേട്ടാൽ മതി. അത് ആണ് സംസ്കാര സംരക്ഷണം എന്ന നിലപാട് സ്വീകരിക്കുന്നത്. എങ്ങനെയാണ് ഒരു കാലത്ത്, ഏതോ കാലത്ത് മറ്റ് വിനോദോപാധികളൊന്നും ഉണ്ടാകാതിരുന്നൊരു കാലത്ത് ജനം തെരുവിലിറങ്ങി ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും തുടരണം എന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ്? നേരത്തെ ശ്രീമതി ധന്യ പറഞ്ഞു, ഇത് എല്ലാവരും കണ്ട് ഇതിന്ന് തോതിൽ ആവേശമുണ്ടാക്കുന്ന സംഗതിയാണെന്ന് അറിഞ്ഞൊന്നുമല്ല. സംസ്കാരത്തിൻ്റെ ഭാഗമാണിത്, ഞങ്ങൾ സംരക്ഷിക്കേണ്ടതാണ്, ഞങ്ങൾ തമിഴരാണ് എന്ന നിലപാടുമായി അങ്ങോട്ട് ഇറങ്ങുകയാണ് തെരുവിൽ. അത്തരം ആൾക്കൂട്ടത്തോട് എഴുത്തുകാരടക്കമുള്ളവർ, രാഷ്ട്രീയക്കാർ, അതുപോലെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവർ പുതിയ കാലത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പിന്തിരിപ്പിക്കുക എന്നത് കൂടെ ഉത്തരവാദിത്തമല്ലേ? അപ്പോൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്, ആന വെയിൽ കൊള്ളുന്നില്ലേ, മറ്റുള്ളിടത്ത് പീഡിപ്പിക്കപ്പെടുന്നില്ലേ, കോഴിയെ നമ്മൾ ഭക്ഷണമാക്കുന്നില്ലേ എന്ന ന്യായം പറയുന്നത് ശരിയാകുമോ? തീർച്ചയായിട്ടും ഇതിന് ഒരു അവയർനെസ് വേണമായിരുന്നു. അത് ഈ
11-ാം മണിക്കൂറിലല്ല. ഇപ്പോൾ ഈ ജല്ലിക്കെട്ട് നിരോധിക്കണം എന്ന് ഇപ്പോൾ ഈ പെറ്റയെ തന്നെ ഞാൻ പറയാം, പെറ്റ മാത്രമല്ല ഈ മൃഗസ്നേഹികൾ ഉൾപ്പെടെ ഇപ്പോൾ നമ്മൾ പൂരത്തിന് കുറച്ച് മുമ്പേ തന്നെ പറഞ്ഞു ആനകളെ ഒന്നും എഴുന്നള്ളിച്ചുകൂടാ. അതിന് വേണ്ടിയിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ അവയർനെസ്സാണ്. ആ അവയർനെസ് എത്ര പേർക്കുണ്ടാകുമെന്നാണ് പറയുന്നത്? ഈ പറയുന്ന സാംസ്കാരിക നായന്മാർ ഈ അവയർനെസ് എന്ന് പറയുന്നതും നമ്മളുടെ മാനസിക വികാരങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ അവയർനെസ് എന്ന് പറഞ്ഞ് അയ്യോ കോഴി ആനയെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളാരും ആനയില്ലാത്ത ഒരു ഉത്സവത്തെപ്പറ്റി ചിന്തിക്കത്ത് പോലുമില്ല. ഈ ജല്ലിക്കെട്ടിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്ന ഇങ്ങനെയാണ്. ഇത്രയധികം ക്രൂരതയില്ലാതെ ഇപ്രാവശ്യം ക്രൂരതയൊന്നും നടന്നിട്ടില്ല, ഇതിന് മുമ്പേ നടന്നിട്ടുണ്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ വേണ്ടിയിരുന്നത് ക്രൂരതയൊന്നും എല്ലാം ഒഴിവാക്കി ജല്ലിക്കെട്ട് നടത്താം. അതല്ല, ജല്ലിക്കെട്ട് വേണ്ട എന്നൊരു തീരുമാനമായിരുന്നെങ്കിൽ അത് അവിടുത്തെ ജനങ്ങളെ ബോധിപ്പിക്കണമായിരുന്നു. ആ ജനങ്ങളെ അതായത് ജയലളിതയെ പോലെയും ഉള്ള തമിഴ്നാട്ടിൻ്റെ ഏറ്റവും വലിയ വികാരം എന്താണെന്നറിയാമോ? തമിഴ്നാട്ടുകാർ സിനിമാ നായകന്മാരെ ദൈവത്തെ പോലെ കൊണ്ടാടുന്നവരാണ്. അപ്പോൾ ആ മീഡിയാസ് വഴി സിനിമാ നായകന്മാർ വഴി ഈ ക്രൂരത വേണ്ട, തീർച്ചയായും ക്രൂരതയില്ലാതെ നടപ്പാക്കാനാകുമോ ജല്ലിക്കെട്ട് എന്നതൊക്കെ, അല്ലെങ്കിൽ ആളുകളുടെ മരണം ഉണ്ടാകാതെ ജല്ലിക്കെട്ട് നടപ്പാനാകുമോ എന്നതൊക്കെ മറ്റൊരു ആലോചനയാണ്. ഞാൻ ഇടപെടുകയാണ് ശ്രീ PS ശ്രീധരൻപിള്ള. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. കേന്ദ്ര സർക്കാരിനടക്കം ഭയമുണ്ടായിട്ടുണ്ട്. അതായത് ഇവർ തമിഴ്നാട്ടുകാർ എല്ലാ കാലത്തും എന്ന പോലെ തമിഴ്നാടിൻ്റെ പ്രാദേശിക അവരുടെ വികാരം അതങ്ങോട്ട് കത്തി പടരുകയാണ് ചെയ്തത്. അതിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചാണോ പിന്നോട്ട് പോയത്? ഹിന്ദി വിരുദ്ധ സമരത്തിൻ്റെയൊക്കെ ചരിത്രമുള്ള ആളുകളാണ് തമിഴ്നാട്ടുകാർ. ഈ ജല്ലിക്കെട്ട് എന്നത് അതിൽ നിന്ന് മാറിയിട്ട് തമിഴ്നാടിൻ്റെ സംസ്കാര സംരക്ഷണം എന്ന നിലക്ക് അവിടെ വലിയ തോതിൽ മോദി സർക്കാരിനെതിരായിട്ട് മുദ്രാവാക്യം വിളികൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. ഇത് ആ നിലക്ക് അവരുടെ പ്രാദേശിക വികാരത്തെ, തമിഴ് അഭിമാനത്തെ പിന്നോട്ട് അല്ലെങ്കിൽ അതിനെ തകർക്കേണ്ടതില്ല എന്ന നിലപാടുള്ളത് കൊണ്ടാണോ വളരെ പെട്ടെന്ന് സർക്കാർ വഴങ്ങിയത്? അങ്ങനെയെങ്കിൽ ഇത്തരം സംസ്ഥാനങ്ങൾ അവരവരുടേതായ നിലപാടുകൾ സ്വീകരിച്ചാൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ പോസിറ്റീവായ നിലക്ക് ഇടപെടാനാവുക? ഇതിലെ താങ്കളുടെ നിലപാട് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് വിഷയങ്ങളിൽ ആളുകൾ വലിയ തോതിൽ തെരുവിലേക്ക് ഇറങ്ങിയാൽ എങ്ങനെയാണ് സർക്കാരിന് നിയമവ്യവസ്ഥകൾക്ക് അതിലിടപെടാനാവുക? എനിക്ക് വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അതാണ് ഇന്ത്യയുടെ ട്രഡീഷൻ. അതാണ് എനിക്കിവിടെ സാംസ്കാരിക പൈതൃകം. ആ പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക തനിമകളുണ്ട്, ആ തനിമകൾ അംഗീകരിക്കണം. ഇതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്. അതുകൊണ്ട് അത് വന്ന അവസരത്തിൽ അതിനോട് സ്വീകരിച്ച നിലപാടതാണ്. ആ നിലപാടിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യത്തെ ഞാൻ അവരെ അഭിനന്ദിക്കുക. ഈ 5 ലക്ഷം ആളുകൾ അവിടെ ഒന്നിച്ചു കൂടിയിട്ട് ഒരനിഷ്ട സംഭവം ഉണ്ടാകാതെ നിയമവിധേയമായിട്ട് അവർ പ്രവർത്തിച്ചപ്പം കേരളത്തിൽ 100 പേര് ചേർന്നാൽ നിങ്ങൾ മീഡിയകൾ കൊടുക്കുന്ന വാർത്ത ഏതാ? അടിപിടി ഉണ്ടായാൽ പോലീസ് ചാർജ് ഉണ്ടായ വാർത്ത കൊടുക്കും, അല്ലാതെ ഗാന്ധിയൻ മോഡൽ സമരം നടത്തി ആരും വാർത്ത കൊടുക്കുമോ? ഇത് ഗാന്ധിയൻ മോഡൽ അവിടെ വന്നിട്ട് അവർ വരുമ്പം ആ 5 ലക്ഷത്തെ മാനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ചില ന്യൂനപക്ഷത്തെ മാനിക്കണം. ന്യൂനപക്ഷം ഞാൻ സമുദായമല്ല പറഞ്ഞ്, അതിൽ ഒറ്റപ്പെട്ടവരുടെ അഭിപ്രായം നോക്കണം. ആ ജനവികാരത്തെ ഉൾക്കൊള്ളുകയാണ് വേണ്ട. ഇത്രയും മന്ദസായിട്ട് അവരവിടെ പെരുമാറി നാളെ സംസ്ഥാന ഭരണകൂടത്തായാലും കേന്ദ്ര ഭരണകൂടത്തായാലും ആ ജനവികാരത്തിൻ്റെ ഒരു വലിയ ജനാധിപത്യം അവിടെ നിഴലിക്കുകയാണ്. ഇതാണ് ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറയുമ്പം അതല്ല, അതിനെതിരെ പുറംകാലം കൊണ്ട് അതിനെ അടിച്ചമർത്തണമെന്ന് പറയുന്ന ആളുകളുടെ പിന്നിലെ ദുരുദ്ദേശമാണുള്ളത്. അത്തരത്തിലുള്ള കാഴ്ചപ്പാടിനോട് എനിക്ക് യോജിക്കാൻ നിർവാഹമില്ല. 2, നിയമവും അതിനെ ഉൾക്കൊള്ളും. ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ സംഭവങ്ങളിലും പിന്നീട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 4 ജഡ്ജിമാർ ഒരു ഭാഗത്തും HR ഖാൻ്റെ മറുഭാഗത്തുമായിട്ട് നിന്നല്ലോ. അവസാനം ആ ഡിസൻ നോട്ടല്ലേ ഈ രാജ്യത്തിൻ്റെ നിയമമായിട്ട് ഇപ്പം നമ്മളെല്ലാം കൊണ്ടു നടക്കുന്നത്. അപ്പോൾ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി വരുന്ന അവസരത്തിൽ ജുഡീഷ്യറി തന്നെ നാളെ അവർ തള്ളിക്കളഞ്ഞ കാര്യം നിയമമായിട്ട് അംഗീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് അതിൻ്റെതായ അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അടിയന്തരാവസ്ഥയും അതുപോലുള്ള സംഭവങ്ങളും ഉദ്ധരിക്കാനിടയായത്. ഇതൊരു നല്ല തുടക്കമായി എനിക്ക് തോന്നുന്നു. ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടല്ല പറയുന്നത്. ജനങ്ങൾ സംഘടിച്ചിട്ടുകൊണ്ട് അഭിപ്രായം പറയുമ്പം അതിനെ ഉൾക്കൊള്ളാൻ രാഷ്ട്രീയ പാർട്ടി നിർബന്ധിതരാണ്. ആ നിലയ്ക്ക് ജനാധിപത്യത്തിൻ്റെ ഒരു ഉദാത്തമായ ഭാവമാണ്. ഇവിടെ മാത്രമല്ല, മൂന്നാറിൽ നമ്മളത് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളും അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ഉയർന്നു വരട്ടെ, അഴിമതി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകട്ടെ, JP മൂവ്മെൻറ്റ് ഉണ്ടാവട്ടെ, രാജ്യം നന്നാകട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ വളരെ നന്ദി ശ്രീ PS ശ്രീധരൻപിള്ള, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ശ്രീമതി ഗോമതി അമ്മാൾ, ശ്രീമതി ധന്യ രാജേന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ജല്ലിക്കെട്ട് സംബന്ധിച്ചുള്ള നിയമനിർമ്മാണത്തിൻ്റെ ബില്ല് നാളെയാണ് നിയമസഭയ്ക്കകത്ത്, തമിഴ്നാട് നിയമസഭയ്ക്കകത്ത് അവതരിപ്പിക്കുക. ഇക്കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള 2 വാദങ്ങൾ ഉണ്ട്. 2 വാദങ്ങളോടും ചേർന്ന് നിൽക്കുന്ന നിരവധി ആളുകളുമുണ്ട്. 2 വാദങ്ങൾക്കും ഉപോത്ബലകമായ നിരവധി സംഗതികളുമുണ്ട്. പക്ഷേ ഇന്ന് ജല്ലിക്കെട്ട് കളത്തിൽ 2 മരണമുണ്ടായിട്ടുണ്ട്. ഏത് നിലക്കാണ് വരും ദിവസങ്ങളിലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. അതിഥികൾക്ക് ഒരിക്കൽ കൂടെ നന്ദി. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും.
പുതുക്കോട്ടയിലെ ജല്ലിക്കെട്ട് കളത്തിൽ 2 മരണം, 80 പേർക്ക് പരിക്ക്. വിവാദവും പ്രക്ഷോഭവും തുടരുന്നതിനിടെയും ജല്ലിക്കെട്ടിനായി നിയമനിർമ്മാണം നടത്താൻ തമിഴ്നാട് സർക്കാർ. താൽക്കാലിക പരിഹാരം പോരെന്നാവശ്യപ്പെട്ട് മധുരയിൽ ജല്ലിക്കെട്ട് നടത്താൻ അനുവദിക്കാതെ പ്രതിഷേധക്കാർ. സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പ് ഇത്തവണയും കോഴിക്കോടിന്. നേട്ടം തുടർച്ചയായ 11ാം തവണ. അടുത്ത കലോത്സവം തൃശൂരിൽ. സർക്കാർ നയത്തെ എതിർത്ത് CPI. മന്ത്രിസഭാ തീരുമാനങ്ങൾ രഹസ്യമാക്കുന്നതിൽ രൂക്ഷ വിമർശം. മുൻ സർക്കാരിന്റെ തെറ്റിനെ എതിർത്തവർ അത് പിന്തുടരുന്നു. കണ്ണൂരിലെ അക്രമം അവസാനിപ്പിക്കാൻ ഇരു പാർട്ടികളും മുൻകൈയെടുക്കണമെന്ന് കാനം. ലോ അക്കാദമി വിവാദത്തിൽ പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ വാർത്താ സമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങൾ. കരിങ്കൊടിയുമായി ABVP കുട്ടികളെ ഉപയോഗിച്ച് വ്യക്തിവൈരാഗ്യം തീർക്കുന്നുവെന്ന് ലക്ഷ്മി നായർ. എന്നോട് വ്യക്തിവൈരാഗ്യമുള്ള 1-2 ആളുകൾ പരസ്യമായി ചാനലുകളിൽ ഇരുന്ന് ചർച്ചകളിൽ പങ്കെടുക്കുകയും വളരെ ഏകപക്ഷീയമായി കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇനി കുറെ കേസ് കൊടുത്ത് എന്നെ കുരുക്കിക്കളയും ശരിയാക്കി കളയും എന്നുള്ള ഭീഷണി. ആന്ധ്രാപ്രദേശിൽ ട്രെയിൻ പാളം തെറ്റി മരിച്ചവരുടെ എണ്ണം 39 ആയി. അപകടത്തിൽപ്പെട്ടത് ജഗത്പൂർ ഭുവനേശ്വർ എക്സ്പ്രസ്. അട്ടിമറിയല്ലെന്ന് റെയിൽവേ. ഉത്തർപ്രദേശിൽ SP കോൺഗ്രസ് സീറ്റ് വിഭജനം പൂർത്തിയായി. കോൺഗ്രസിന് 105 സീറ്റ്. ലക്നൌവിലെ ചടങ്ങിൽ നിന്ന് മുലായം വിട്ടുനിന്നു. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം. പ്രചാരണ പരിപാടികളിൽ നിന്നും അദ്വാനി ഒഴിവാക്കിയത് ന്യായീകരിച്ച് BJP.